अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। तुम हो कौन, कहाँ से आए, अपने आप को जानो। राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर तुम पालो अपना बसेरा। तुम हो आत्मा तन से प्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। शांति की शक्ति से शांति जग में लानी है। शांति की शक्ति से शांति जग में लानी है। शांत मन हो तन हो शीतल, शांत मन हो तन हो शीतल। ऐसी दुनिया बनानी है। शांति की शक्ति से शांति जग में लानी है। शांति की शक्ति से। ഓം ശാന്തി. 31/12/2020 ബാബ് ദാദ മധുബൻ പ്രഭാതമുരളി. ഇന്ന് ബാബ പറയുകയാണ്, മധുരമായ മക്കളെ, ഇത് നിങ്ങളുടെ ഈശ്വരീയ മിഷനാണ്. तुम्हारी एक ईश्वरीय मिशन है. तुम सबको ईश्वर का बनाकर
ഉനേം ബേഹദ് കാ വർഷ ദിലാവ്. അപ്പോൾ ഈശ്വരീയ മിഷനിലുള്ളവരുടെ കർത്തവ്യം എന്താണെന്നാണ് ബാബ പറയുന്നത്. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ്റേതാക്കണം. എന്നിട്ട് അവർക്കെല്ലാവർക്കും ഭഗവാന്റെ പരിധികളില്ലാത്ത സമ്പത്ത് കൊടുക്കണം. അല്ല, അവരെ കൊണ്ട് ഇടിപ്പിക്കണം. അവരെ ഇത് ഓർമ്മപ്പെടുത്തണം, ബോധ്യപ്പെടുത്തണം. ഇതാണ് ഈശ്വരീയ മിഷന്റെ ദൗത്യം. ചോദ്യം: कर्म इंद्रियों की चंचलता समाप्त कब होगी? കർമ്മ ഇന്ദ്രിയങ്ങളുടെ ഉലച്ചിൽ അല്ലെങ്കിൽ ചഞ്ചലത എപ്പോൾ സമാപ്തമാകും? उत्तरम: जब तुम्हारी स्थिति सिल्वर एज तक पहुंचेगी, अर्थात जब आत्मा त्रेता की सदो स्टेज तक पहुंच जाएगी तो कर्म इंद्रियों की चंचलता बंद हो जाएगी. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ബാബ പറയുന്നത്. ആത്മാവായ നമ്മുടെ ഉള്ളിൽ തന്നെ 84 ജന്മങ്ങളിലെ സംസ്കാരത്തിൻ്റെ പല സ്റ്റേജുകൾ കിടപ്പുണ്ട്. സതോ പ്രധാനം തൊട്ട് തമോ പ്രധാനം വരെയുള്ള അവസ്ഥ. പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് തമോ പ്രധാനത്തിൽ നിന്നും തമോ മേലോട്ട് കയറും. തമോയിൽ നിന്നും രജോ പ്രധാനത്തിലേക്ക്, പിന്നെ രജോയിലേക്ക്, പിന്നെ സതോയിലേക്ക്, പിന്നെ സതോ പ്രധാനത്തിലേക്ക്. അപ്പം താഴെ നിന്നും പടിപടിയായി മുകളിലേക്ക് കയറുന്നതനുസരിച്ച് ആത്മാവിൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുന്നതനുസരിച്ച് കർമ്മേന്ദ്രിയങ്ങളും അല്ലെങ്കിൽ ശരീരവും പ്രകൃതിയും എല്ലാം അതിനനുസരിച്ച് പരിവർത്തനപ്പെടും. അപ്പോൾ എപ്പോഴാണ് കർമ്മേന്ദ്രിയങ്ങളുടെ ചഞ്ചലത സമാപ്തമാകുന്നത്? അതിന് ബാബ നൽകുന്ന ഉത്തരം ഇതാണ്: കുട്ടികളായ നിങ്ങളുടെ സ്ഥിതി സിൽവർ ഏജിന് സമാനമായി മാറുമ്പോൾ, അതായത് ആത്മാവിൻ്റെ ത്രേതായുഗത്തിലെ സംസ്കാരമുണ്ട്, അവസ്ഥ, ഡിഗ്രി ഏതാണ്? സതോ. സതോ പ്രധാന സത്യയുഗത്തിൻ്റെ ഇതാണ്. ത്രേതായുഗത്തിൻ്റെ സ്ഥിതിയാണ് സതോ. ആ സതോ സ്റ്റേജിലേക്ക് ആത്മാവിൻ എത്തിച്ചേരുമ്പോൾ കർമ്മ ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലതയെല്ലാം സമാപ്തമാകാൻ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റേജ് ഉണ്ട്. അപ്പോൾ കർമ്മ ഇന്ദ്രിയങ്ങളൊക്കെ ഏകദേശം ഒരു പരുവത്തിൽ നമ്മളുടെ നിയന്ത്രണത്തിലാകണമെങ്കിൽ അറ്റ്ലീസ്റ്റ് സതോ സ്റ്റേജിലെങ്കിലും എത്തണം. ഇത് ത്രേതായുഗത്തിന് യോഗ്യമായ ആത്മാവെന്ന തലത്തിലേക്ക് എത്തുമ്പോൾ കർമ്മ ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലത അവസാനിക്കും. പക്ഷെ കർമ്മേന്ദ്രിയ ജീത്തായിട്ടില്ല, ചഞ്ചലതയൊന്ന് കുറഞ്ഞു, പഴയതുപോലെ ഇത് കഷ്ടപ്പെടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. അഭി തുമാരി റിട്ടേൺ ജേർണി ഹേ. ബാബ പറയാണ്, ഇത് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മടക്കയാത്രയാണ്. അതുകൊണ്ട് കർമ്മ ഇന്ദ്രിയോं को वश में रखना है. കർമ്മ ഇന്ദ്രിയങ്ങളെയെല്ലാം നമ്മൾ നമ്മുടെ വശത്ത് വെക്കണം, നമ്മുടെ വശത്താക്കണം. कोई भी छिपाकर ऐसे कर्म नहीं करना जो आत्मा पतित बन जाए. ഇനി വീണ്ടും ആത്മാവ് കൂടുതൽ പതീതമാകുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് അത് പറയാതെ ഒളിച്ചു വെക്കരുത്. അല്ലെങ്കിൽ ഒളിഞ്ഞും പാത്തും തുടർന്നും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊന്നും ചെയ്യരുത്. പിന്നെന്ത് ചെയ്യണം? അവിനാശി സർജൻ തുമേ ജോ പർഹേജ് ബെതാ രഹേ ഉസ് പർ ചൽത്തെ രഹോ. അവിനാശിയായിരിക്കുന്ന സർജൻ, വൈദ്യനാഥനായിരിക്കുന്ന ഭഗവാൻ കുട്ടികളായ നിങ്ങൾക്ക് എന്ത് പഥ്യമാണോ പാലിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് പാലിക്കണം. ഇത് ഡോക്ടർ മരുന്ന് തന്നതുകൊണ്ട് മാത്രം രോഗിയുടെ അസുഖം മാറില്ലല്ലോ. ആ മരുന്ന് കഴിക്കുന്ന രീതി കൂടി ഡോക്ടർ പറയും. ആ മരുന്ന് കഴിക്കുമ്പോൾ എന്തൊക്കെ മറ്റത് കഴിക്കാൻ പാടില്ല എന്ന് പറയും. ആ മരുന്നുമായി ബന്ധപ്പെട്ട വിരുദ്ധാഹാരങ്ങൾ കഴിച്ചാൽ മരുന്നിൻ്റെ എഫക്റ്റ് കുറയും. അതേപോലെ ഇവിടെയും അവിനാശി സർജനായ ബാബ
ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടി ഒരു വശത്ത് ശ്രീമത്ത് നൽകുമ്പോൾ മറുവശത്ത് അതിന് വിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെ ആത്മാവിന് ഉന്നതി ഉണ്ടാവും? അതാണ് ഇവിടെ ബാബ ശ്രദ്ധിക്കുവാനായിട്ട് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ മുരളിയിലെ ഗീതം ഇതാണ്: മുഖ്ഡ ദേഖിലെ പ്രാണി, അതായത് പാപമെത്ര പുണ്യമെത്ര, മുഖം നോക്കൂ പ്രാണി. ഇവിടെ പ്രാണി ആരാ? ആത്മാവ്. അപ്പം ആത്മാവാകുന്ന പ്രാണിയോട് പറയുകയാണ്, നിങ്ങൾ മുഖം നോക്കൂ. ഇത് തന്നെ പുരാണത്തിൽ നാരദ മഹർഷിയോട് വിഷ്ണു പറയുന്നുണ്ട്, നീ നിൻ്റെ മുഖം ഒന്ന് നോക്കിയിട്ട് വാ. അപ്പോൾ ആ പാട്ടാണ് ഇന്നത്തെ. എന്താ മുഖം നോക്കാൻ പറഞ്ഞത്? മുഖം നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ എനിക്ക് എവിടെയെല്ലാമാണ് ഫാൾട്ടുള്ളത്, എൻ്റെ മേക്കപ്പിൽ എവിടെയെല്ലാം പോരായ്മകളുണ്ട് എന്ന് മനസ്സിലാകണം. ഈ കണ്ണാടി നോക്കണം. അതേപോലെ ഇവിടെയും ബാബ പറയുന്നു, മുഖ്ഡാ ദേഖിലെ പ്രാണി. मुखड़ा देख ले प्राणी जरा दर्पण में हो, देख ले कितना पुण्य है कितना पाप तेरे जीवन में, देख ले दर्पण में। मुखड़ा देख ले प्राणी जरा दर्पण में। कभी तो पल भर सोच ले प्राणी, क्या है तेरी कर्म कहानी। कभी तो पल भर सोच ले प्राणी, क्या है तेरी कर्म कहानी। पता लगा ले, पता लगा ले पड़े हैं कितने दाग तेरे दामन में, देख ले दर्पण में। मुखड़ा देख ले प्राणी जरा दर्पण में। खुद को धोखा दे मत बंदे, अच्छे न होते कपट के धंधे। खुद को धोखा दे मत बंदे, अच्छे न होते कपट के धंधे। सदा न चलता, सदा न चलता किसी का नाटक दुनिया के आंगन में, देख ले दर्पण में। मुखड़ा देख ले प्राणी जरा दर्पण में हो, देख ले कितना पुण्य है कितना पाप तेरे जीवन में, देख ले दर्पण में। मुखड़ा देख ले। ഓം ശാന്തി. എല്ലാവരും ഈ പാട്ട് കേട്ടു. മുഖ്ഡ ദേഖിലെ പ്രാണി. ഇവിടെ നമ്മൾ ഒരേ സമയം 3 കണ്ണാടിയിലാണ് മനസ്സ് നോക്കേണ്ടത്. ഇതാ 3 കണ്ണാടി. നമ്മൾ ദിവസം 3 നേരമെങ്കിലും കുറഞ്ഞത് കണ്ണാടി നോക്കാറില്ലേ?
അതേപോലെ ഒന്ന് ജ്ഞാനത്തിൻ്റെ കണ്ണാടി, എത്രത്തോളം നമുക്ക് റിയലൈസേഷൻ വന്നിട്ടുണ്ട് ഓരോ വിഷയത്തെക്കുറിച്ചും. രണ്ടാമത് യോഗത്തിൻ്റെ കണ്ണാടി, അതിലൂടെ നമുക്ക് എത്രത്തോളം ഞാൻ സെൻസ്ഫുൾ ആയിട്ടുണ്ട്. അത് സെൻസ്ഫുൾ, എത്രത്തോളം ഞാൻ സെൻസിബിളായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കി ആ സെൻസിബിൾ സോളായിട്ട് എത്രത്തോളം മാറിയിട്ടുണ്ട്. കാര്യകാരണ സഹിത ഓരോന്നിനെയും മനസ്സിലാക്കുവാനുള്ള ജ്ഞാനത്തിൻ്റെ ലെവൽ എത്രത്തോളം എന്നിലുണ്ടെന്നറിയാൻ ജ്ഞാനത്തിൻ്റെ കണ്ണാടിയിൽ നമ്മൾ നോക്കണം, സ്പഷ്ടതയുണ്ടാകാൻ വേണ്ടി. രണ്ടാമത്തേത് യോഗത്തിൻ്റെ കണ്ണാടിയാണ്. ആ യോഗി സ്വരൂപത്തിലേക്ക് എനിക്ക് എത്രത്തോളം എത്താൻ സാധിച്ചു, എത്രത്തോളം ഞാൻ എസൻസ്ഫുള്ളായിട്ടുണ്ട്. എൻ്റെ ഉള്ളിൽ എസൻസ് അഥവാ സത്ത്, ശക്തികളും ഗുണങ്ങളും നിറയ്ക്കപ്പെട്ടിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ്. മൂന്നാമത്തേത് കർമ്മമാകുന്ന കണ്ണാടി. കാരണം ഞാൻ ആരാണ്, എന്താണെന്ന് എൻ്റെ മനസ്സിലുള്ള എല്ലാ ഭാവങ്ങളെയും വികാരങ്ങളെയും എല്ലാം ഞാൻ പ്രകടിപ്പിക്കുന്നത് എൻ്റെ കർമ്മത്തിലൂടെയാണ്. എല്ലാ ഫീലിങ്സുകളുടെയും പ്രകടനമാണ് ശരിക്കും കർമ്മം എന്ന് പറയും. ഫീലിങ്സ് ഇല്ലേ, കർമ്മമില്ല. അതുകൊണ്ട് നമ്മുടെ പ്രകടനം, നമ്മുടെ പെർഫോമൻസ്, ആത്മാവിൻ്റെ പെർഫോമൻസ് ആണ് കർമ്മം. അതുകൊണ്ട് ഏത് തരത്തിലുള്ള കർമ്മമാണ് ഞാൻ ചെയ്യുന്നത്, ആ കർമ്മമാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മുടെ കർമ്മത്തെക്കുറിച്ചും നമുക്കൊരു വിലയിരുത്തൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് മുഖടാ ദേക്കിലെ പ്രാണി പാപ് കിത്തന പുണ്യ കിത്തന. ഓം ശാന്തി. रूहानी बच्चों प्रति रूहानी बाप समझा रहे. ആത്മീക കുട്ടികളെ പ്രതി ആത്മീക അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. ना सिर्फ तुम बच्चों को जो भी रूहानी बच्चे प्रजापिता ब्रह्मा मुखवंशावली है वह जानते हैं. അല്ലേ, പ്രജാപിത ബ്രഹ്മാവിൻ്റെ മുഖവംശാവലികളല്ലാത്ത കുട്ടികളായ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഇത് മനസ്സിലാകില്ല. നിങ്ങൾ ഇത് മനസ്സിലാക്കും. ഇവിടെ പറയുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം. ഹം ബ്രാഹ്മണോ കോ ഹി ബാം സംചാത്തേ ഹി. അതുകൊണ്ട് ഒരു കാര്യം കേൾക്കുമ്പോൾ ആർക്കാണോ മനസ്സിലാക്കാൻ കഴിവുള്ളത് അവരോട് സംസാരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ബാബു പറയുകയാണ്, ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളോട് തന്നെയാണ് ഞാനിത് പറയുന്നത്. പഹലെ തും ശൂദ്രതേ, എന്നാൽ നേരത്തെ നിങ്ങൾ ശൂദ്രനായിരുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടായിരുന്നില്ല. ഫിർ ആക്കർ ബ്രാഹ്മൺ ബനെ ഹോ, എന്നാൽ അതിനുശേഷം നിങ്ങൾ വന്നിട്ട് രണ്ടാം ജന്മമെടുത്തു, ബ്രാഹ്മണനായി. ബാപ്നെ വർണ്ണോ കാപ്പി ഹിസാബ് സംചായ. അപ്പോൾ ബാബ ഇവിടെ നമുക്ക് വർണ്ണത്തിൻ്റെ കണക്ക് പറയുകയാണ്. എത്ര നാൾ ശൂദ്രനായിരുന്നു, കൃത്യമായ വർഷമുണ്ട്. ഇത്ര വർഷം ശൂദ്രനായിരുന്നു, ഇത്ര വർഷം ബ്രാഹ്മണനാകും, ഇത്ര വർഷം ക്ഷത്രിയനായിരുന്നു, ഇത്ര വർഷം ദേവതയായിരുന്നു, ഇത്ര നിമിഷങ്ങൾ ഫരിസ്തയായിരുന്നു. എല്ലാ വർണ്ണത്തെക്കുറിച്ചുമുള്ള കണക്ക് ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു. ദുനിയാമേ വർണ്ണോ കോഫി സമസ്തേ നഹി. എന്നാൽ ലോകത്തിലുള്ള ആളുകളിൽ ഭൂരിഭാഗം പേർക്കും ഈ വർണ്ണത്തെക്കുറിച്ച് അറിയില്ല. കേവലം ഭാരതത്തിൽ മാത്രമാണ് ഈ വർണ്ണത്തിൻ്റെ കഥ പറയുന്നത്, അതും മൈനോറിറ്റി. അപ്പോൾ ലോകത്തിലുള്ള ബാക്കി മെജോറിറ്റി മറ്റു ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കളുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ പറഞ്ഞ വർണ്ണത്തെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ട് പോലുമില്ല. അത് ബാബ പറയുന്നത് ദുനിയാമേ വർണ്ണോ ഗോപി സമസ്തേനഹി. ഇനി ഭാരതത്തിലാണെങ്കിലോ കേൾക്കുന്നവരെത്രയുണ്ടെങ്കിലും സമസ്തേനഹി, യഥാർത്ഥത്തിൽ ഈ വർണ്ണം എന്താണ്, അത് ജാതിയാണോ എന്ന് പോലും അറിയില്ല. അപ്പം എന്താണ് വർണ്ണത്തെക്കുറിച്ച് ബാബയുടെ കൺസെപ്റ്റ്? അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഈ വർണ്ണത്തെക്കുറിച്ച് കേട്ട മൈനോറിറ്റിയിൽ പോലും മൈനോറിറ്റികൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബാബ സമസ്തേനഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലുള്ളവർ ഈ വർണ്ണത്തെക്കുറിച്ച്, ഭാരതം എന്ന് ബാബ പറഞ്ഞില്ല, ലോകത്തിലുള്ളവർ എന്നാണ് പറഞ്ഞത്, മെജോറിറ്റി സമസ്തേനഹി മനസ്സിലാക്കുന്നേ ഇല്ല. സിർഫ് ഗായൻ ഹേ. എന്നാൽ വർണ്ണങ്ങളെക്കുറിച്ചുള്ള മഹിമ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നിങ്ങനെ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു മഹിമ പോലെ ഇങ്ങ് പാടിക്കൊണ്ടിരിക്കുകയാണ്.
ഹബി തും ബ്രാഹ്മണ വരം കേ ഹോ. ബാബ പറയാണ് ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണ വർണ്ണത്തിലാണ്. ഫിർ ദേവതാ വരൺ കെ ബനെങ്കെ. അതിനുശേഷം നിങ്ങളിനി ദേവതാ വർണ്ണത്തിലേക്ക് വരും. വിചാർ കറോ യേ ബാത് റൈറ്റ് ഹേ. ബാബ പറയാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളത് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇത് ശരിയാണോ, ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കൂ. റൈറ്റ് ഹേ. ജഡ്ജ് യുവർ സെൽഫ്, ജഡ്ജ് യുവർ സെൽഫ്. അപ്പോൾ ഇത്രയും ഫ്രീഡം നമുക്ക് ഭഗവാൻ തരികയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ശരിയാണെന്ന്? നിങ്ങൾ തന്നെ തീരുമാനമെടുക്കൂ. ശരിയാണെങ്കിൽ ആക്സെപ്റ്റ് ഇറ്റ്. ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കൂ. നാത്തോ ചോടുതോ. മാനോ ന മാനോ ആപ്കാ മർജി. ഇത് ശരിയല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല, അവരവരുടെ ഇഷ്ടം. ഉപേക്ഷിച്ചോളൂ. സ്വീകരിക്കണോ വേണ്ടയോ, അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരവരുടെ കഴിവാണ്. മീൻസ് അവരവരുടെ റൈറ്റാണ്. അതിലാർക്കും എനിക്ക് പോലും കൈയടത്താൻ അവകാശമില്ല. അത് അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്, പേഴ്സണൽ ലിബർട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കൂ. ജഡ്ജ് യുവർ സെൽഫ്. ഹമാരി ബാത്ത് സുനോ അവർ ഫെയിൻ കറോ. അപ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്ന് ചെയ്വത്തി പിടിക്കരുത്, കേൾക്ക്. കേട്ടതിന് ശേഷം നിങ്ങൾ ഫെയിൻ കറോ. എന്താ ഫെയിൻ കറന? കമ്പയർ. ഇത്രയും നാളും നിങ്ങൾ പഠിച്ചതും കേട്ടതും വിശ്വസിച്ചതുമെല്ലാമായിട്ടൊന്ന് കമ്പയർ ചെയ്തേ. ആദ്യം ഒന്ന് താരതമ്യപ്പെടുത്തിക്കേ. ഏതിനാണ് കൂടുതൽ മുൻതൂക്കമുള്ളത്, ഏതിലാണ് കൂടുതൽ യുക്തിയുള്ളത്, അതല്ല അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഫെയിൻ കറോ. പകലേ സുനോ ഫിർ ഫെയിൻ കറോ. ആദ്യം നിങ്ങളിത് കേൾക്കണം, എന്നിട്ട് എന്ത് ചെയ്യുക? അത് മറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ശാസ്ത്ര ആരുമായിട്ട് കമ്പയർ ചെയ്യേണ്ടത്? ശാസ്ത്ര. 63 ജന്മങ്ങളിൽ നമ്മൾ ശാസ്ത്രത്തിൻ്റെ മാർഗത്തിലാണ് ജീവിച്ചു വന്നത്. അതുകൊണ്ട് ബാബ പറയും നിങ്ങൾ അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്യൂ. ബാബയുടെ മുരളിയും ശാസ്ത്രത്തിലെ ജ്ഞാനവും തമ്മിൽ കമ്പയർ ചെയ്യൂ. ശാസ്ത്ര ജോ ജനം ജന്മാന്തർ സുന്നേഹി. ഈ ശാസ്ത്രങ്ങളെല്ലാം ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ കേട്ടതാണ്. ഔർ ജോ ജ്ഞാൻ സാഗർ ബാബ് സംചാത്തെ. പിന്നെ ജ്ഞാനസാഗരനായ ബാബ ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോൾ ഒരു വശത്ത് ശാസ്ത്രങ്ങളിൽ കേട്ട കാര്യങ്ങൾ, മറുവശത്ത് ജ്ഞാനസാഗരനായി ഭഗവാൻ ഡയറക്റ്റ് ആയിട്ട് കേൾപ്പിക്കുന്ന കാര്യങ്ങൾ. ഉൻകി ഫെയിൻ കറോ റൈറ്റ് ക്യാ ഹൈ. അതും ഇതും തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യൂ. ശരി ഏതാണ്? ഇവിടെ തെറ്റെന്ന് ബാബ പറഞ്ഞില്ല, ശരി ഏതാണെന്ന് ചോദിച്ചുള്ളൂ. പക്ഷെ മറ്റേ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ബാബ ശ്രമിക്കുന്നില്ല. ശരി ഏതാണ്? ബ്രാഹ്മൺ ധരം അഥവാ കുൽ ബിൽക്കുൽ ഫൂലേ ഹുയി. അല്ലെ, ബ്രാഹ്മണ കുലം, അതായത് കുലത്തെക്കുറിച്ച് പൂർണ്ണമായിട്ടും മറന്നു കഴിഞ്ഞു. തുമാരെ പാസ് വിരാട് രൂപ ചിത്ര റൈറ്റ് ബനാ ഹുവാ. ഈ വർണ്ണങ്ങളുടെ കഥ പറയുന്ന എവിടെയാ? വിരാട് രൂപ വർണ്ണനയിലാണ്. അപ്പൊ വിരാട് രൂപത്തിന്റെ ആ ഒരു ചിത്രം വളരെ റൈറ്റായിട്ട് തന്നെയാണ്. അങ്ങനെയുള്ളൊരു പടമാണ് നിങ്ങളുടെ പക്കലുള്ളത്. അതുകൊണ്ട് ആ ചിത്രം വെച്ച് തന്നെ ഇത് മനസ്സിലാക്കി തരികയാണ്. ബാക്കി ഇത്തനി ഫുജാവും വാല ചിത്ര जो बनाए और देवियों को हथियार आदि बैठ दिए वह सब रोंग है. അപ്പോൾ വിരാട രൂപത്തിൻ്റെ ചിത്രം കാണിച്ചിട്ട് ബാബ പറയാണ്, ഈ ചിത്രത്തെ വെച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം വർണ്ണങ്ങളുടെ കഥ. അതല്ലാതെ ദേവിമാർക്ക് ധാരാളം ഭുജങ്ങളെല്ലാം കാണിച്ചിട്ട് എല്ലാ കൈകളിലും മാരകായുധങ്ങളെല്ലാം പിടിപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണോ? അവരുടെ സബ് റോങ് ഹേ. അതെല്ലാം തന്നെ തെറ്റാണ്. ഇപ്പം ഈ കണ്ട ചിത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിൽ ഇതാണ്. ഇൻ ആംഗേ സേ സബ് ദേഖ്തേ ഹോ പരന്തു സമസ്തേ നഹി. ഈ ഭക്തി മാർഗത്തിലെ പടങ്ങളെല്ലാം നിങ്ങൾ ഈ കണ്ണുകൊണ്ട് തന്നെയല്ലേ കാണുന്നത്. പക്ഷെ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ കണ്ണുകൊണ്ട് ഇതെല്ലാം കാണുന്നുമുണ്ട്. കാണുക അർത്ഥം തിരിച്ചറിയുക എന്നാണ്. കേൾക്കുക അർത്ഥം തിരിച്ചറിയുക എന്നാണ്. മണക്കുക അർത്ഥം തിരിച്ചറിയുക എന്നാണ്. ടേസ്റ്റ് ചെയ്യുക അർത്ഥം അപ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് നൽകുന്ന സെൻസേഷൻ എന്താണ്? തിരിച്ചറിവിൻ്റെതായിരിക്കണം. ചുമ്മാ ഒരു ശബ്ദം കേട്ടുകൊണ്ട് കാര്യമില്ല. ആ ശബ്ദം എന്താണ്? അതെന്തിൻ്റെ ശബ്ദമാണ്? താരുടെ ശബ്ദമാണ്.
ആ കേട്ട വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെങ്കിൽ കേൾക്കുക എന്ന് പറയുന്നത് തികച്ചൊരു യാന്ത്രിക പ്രോസസ്സ് മാത്രമാണ്, ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ്. ആ ശബ്ദത്തിൻ്റെ പിന്നിലുള്ള, വാക്കുകളുടെ പിന്നിലുള്ള അർത്ഥം, യുക്തി, ഭാവം, ഭാവന, ഫീലിങ്സ്, ഇമോഷൻ, ഇതൊക്കെ മനസ്സിലാക്കുന്നില്ല പിന്നെ കേട്ടിട്ടെന്തിനാ? അതുകൊണ്ട് പറയാണ്, ഈ പടങ്ങളെല്ലാം നിങ്ങൾ കണ്ണുകൊണ്ട് തന്നെയല്ലേ കണ്ടത്. പക്ഷേ കണ്ട മാത്രം പോരല്ലോ, കണ്ടതിനോടൊപ്പം നമ്മൾ ചിന്തിക്കൂടി വേണ്ടേ? അപ്പം നമുക്കറിയാം, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മുടെ മസ്തിഷ്കത്തിൽ ഓരോരോ ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡാണ്. കണ്ണുകൊണ്ട് നമ്മളൊരു ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്നു എന്നുള്ള ഫീലിങ്സ് ഉണ്ടാക്കുന്നത് ആരാ? കണ്ണാണോ? അല്ലല്ലോ, തലച്ചോറിലെ ഒപ്റ്റിക് ലോബിലാണെന്നാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ചെവി കൊണ്ട് നമ്മളൊരു കാര്യം കേട്ടു, ആ കേട്ടത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അത് ഓഡിറ്ററി ലോബ് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ തലച്ചോറിൽ ഇതെല്ലാത്തിനും പ്രത്യേകം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പം അതേപോലെ കണ്ട കാര്യം കണ്ടാൽ മാത്രം പോരാ, അതിനോടൊപ്പം എന്താണ് കണ്ടതെന്ന് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ലെങ്കിൽ കണ്ടിട്ടെന്തിനാ? കണ്ട് ഭാവ ചോദിക്കുകയാണ്, ഇൻ ആംഗോസെ സബ് ദേഖ്തേ ഹോ, അല്ല നിങ്ങൾ ഈ കണ്ണുകൊണ്ടെല്ലാം കണ്ടല്ലോ, പരന്തു സമസ്തനായി, പക്ഷേ കണ്ടതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. കോയിക്ക് ഓക്യുപ്പേഷൻ കാ പതാ നഹി. പല ദേവി ദേവതകളുടെ രൂപമൊക്കെ വരച്ചു വയ്ക്കുമ്പോൾ ഇവരാരാണ്, ഇവരുടെ ഒക്യുപ്പേഷൻ, ഇവരുടെ ജോലി എന്താണ്, ഇവരുടെ കർത്തവ്യം എന്താണ്, ഇതൊന്നും അറിയൊരു ബൊമ്മ പോലെ മാത്രം വരച്ചു വയ്ക്കും. അതിൻ്റെ ഒക്യുപ്പേഷനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അഭിത്തും ബച്ചോങ്കോ അപ്പനി ആത്മാക്ക പദ പടായ. എന്നാൽ ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്ക് ആത്മാവിനെ കുറിച്ച് മനസ്സിലായില്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു നമ്മൾ ആത്മാവിനെ കുറിച്ച്. ഇവർ ആത്മാവിൻ്റെ വാക്ക് കേൾക്കുകയല്ല ചെയ്തത്, പകരം നമ്മൾ അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ എന്തെല്ലാം സബ്ജക്റ്റുകൾ ആത്മാവിനെ സംബന്ധിച്ച് പഠിച്ചു, മനസ്സിലാക്കി. മാത്രമല്ല നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നു, അത് അനുഭൂതി ചെയ്യുന്നു. और 44 ജന്മോं का भी मालूम पड़ा है. ഇപ്പോൾ നിങ്ങൾക്ക് 84 ജന്മങ്ങളെക്കുറിച്ചുമെല്ലാം മനസ്സിലായി. ജൈസെ ബാപ്തും ബച്ചോങ്കോ സംചാത്തെ ഹേ, ഇതുപോലെയാണോ ബാബ ഇപ്പോൾ കുട്ടികളായി നിങ്ങൾക്കിതെല്ലാം മനസ്സിലാക്കി തരുന്നത്? ഇതെല്ലാം കേട്ട് നല്ലതുപോലെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം? ഫിർ ഔറംഗോ സംചാന ഹേ, എന്നിട്ട് ഇത് മറ്റുള്ളവർക്കും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം. പഠിപ്പിച്ചു കൊടുക്കണം. പറഞ്ഞു കൊടുത്താൽ പോരാ, പഠിപ്പിച്ചു കൊടുക്കണം. മീൻസ് മനസ്സിലാക്കി കൊടുക്കണം. ബെത്താന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സമച്ചാന എന്നാണ്. ഒരു കാര്യം പറയാൻ എളുപ്പമാണ്, പറഞ്ഞങ്ങ് പോയാൽ മതി. പക്ഷേ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പറഞ്ഞ കാര്യം തന്നെയും പിന്നെ ആവർത്തിക്കേണ്ടി വരും. അതിന് ധാരാളം ക്ലാരിഫിക്കേഷൻസ് കൊടുക്കേണ്ടി വരും. വർത്തമാനം പറയുന്ന പോലെ അല്ല ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ബാബു പറയുന്നു, ഔരംഗോ ബെത്താവോ എന്നല്ല, ബെത്താന എന്നല്ല, പിന്നെയോ സംചാന, മനസ്സിലാക്കി കൊടുക്കണം. ബെത്താന അത് ആർക്കും പറ്റും, ആർക്കും പറ്റുന്ന കാര്യമാണ് ഒരു കാര്യം പറഞ്ഞു കേൾപ്പിക്കുക. പക്ഷെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിലോ ആ വിഷയത്തെക്കുറിച്ച് ആർക്കാണോ മനസ്സിലുള്ളത്, ആ വിഷയത്തെക്കുറിച്ച് മനസ്സിലായവർക്ക് മാത്രമേ അത് മറ്റൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. കേട്ടവർക്ക് കേൾപ്പിക്കാനേ പറ്റൂ, മനസ്സിലായവർക്കേ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. അവൻ പറഞ്ഞു ഔരംഗോ സംചാന. ശിവ് ബാബ തോ സബ്കെ പാസ് നഹി ജായേംഗെ. എന്തുകൊണ്ട്? ശിവ് ബാബയ്ക്ക് എല്ലാവരുടെ അടുക്കിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എത്രയോ സാധനങ്ങൾ അതെവിടെയോ ഉണ്ടാക്കുന്നതായിരിക്കും. നമ്മുടെ മക്കൾ വരുന്നത് എങ്ങനെയാണ്? നമ്മൾ അവിടെ പോയി മേടിച്ചിട്ടാ, അതോ ഡയറക്റ്റ് കമ്പ് നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നിട്ടാ? അല്ലല്ലോ. അതെത്രയോ കൈകൾ മറിഞ്ഞ് ഹോൾസെയിൽ, റീറ്റെയിൽ ഇങ്ങനെയുള്ള പല ആളുകളുടെ കൈകളിലൂടെ കിടന്നാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ അത് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി എല്ലായിടത്തും കൊണ്ടുകിടന്നവർ ഡോർ ടു ഡോർ വിതരണം ചെയ്യില്ല. അവരതൊരു അതോറിറ്റി ഏൽപ്പിക്കും, അവരടുത്തൊരു അതോറിറ്റി ഏൽപ്പിക്കും. അങ്ങനെ കൈകൾ മറിഞ്ഞാണ് നമ്മളിക്ക് വരുന്നത്. അതിൽ ബാബ പറഞ്ഞ എനിക്കും ജ്ഞാനത്തിൻ്റെ അതോറിറ്റിയാണ്, പക്ഷേ എനിക്ക് എല്ലായിടത്തും പോകാനോ എല്ലാവരുടെ അടുക്കൽ പോകാനൊന്നും പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ജരൂർ ബാപ് കെ മദദ്കാർ ചാഹിയേന. അപ്പോൾ ഭഗവാൻ പറയാണ്, എൻ്റെ പക്കലേക്ക് സാധനം ഹോൾസെയിലും റീറ്റെയിലുമായിട്ട് ചിലവാക്കണം. അതിനെന്ത് വേണം? എനിക്ക് സഹായികളുടെ ആവശ്യമുണ്ട്. ഫ്രാഞ്ചൈസികൾ വേണം, ബ്രാഞ്ചുകൾ വേണം, റെപ്രസെൻറ്റേറ്റീവ്സ് വേണം. അവരാണല്ലോ പോയി നടന്ന എല്ലായിടത്തും അതിനെക്കുറിച്ച് ഒരു പ്രോഡക്റ്റിനെ സെല്ല് ചെയ്യുന്നത് അവരാണ്, എക്സിക്യൂട്ടീവ്സ് പോകും. അതേപോലെ ബാബറിയാണ്, എനിക്കും മദദ്ഗാർ ചാഹിയന, സഹായി വേണ്ടേ?
ഇസ്ലിയെ തുമാരി ഹെ മിഷൻ. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ ഈശ്വരീയ മിഷൻ ഇവിടെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പം മിഷൻ്റെ ജോലി എന്താണ്? ഈ മിഷൻ്റെ വിഷൻ എന്താണ്? ആ വിഷൻ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ നമ്മൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം അനേക ആത്മാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ, ബാബയുടെ ജ്ഞാനം കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ മിഷൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. തും സബ്കോ ഈശ്വർ കാ ബനാത്തെ ഹോ. അപ്പം ഈ മിഷൻ്റെ ജോലി എന്താണ്? എല്ലായിടത്തും പോയി എല്ലാവരെയും നിങ്ങൾ ഈശ്വരൻ്റെതാക്കി മാറ്റണം. സംചാത്തെ ഹോ വഹം ആത്മാങ്ക ബേഹദ് കാ ബാപ് ഹെ. അവിടെ പോയിട്ട് നിങ്ങൾ എല്ലാവരോടും പറയേണ്ടത് എന്താ? ഈശ്വരൻ, അതായത് അദ്ദേഹം ആത്മാക്കളായ നമ്മുടെ എല്ലാവരുടെയും അച്ഛനാണ്. ഉൻസെ ബേഹദ് കാ വർഷ മിലേഗ. ആ അച്ഛനിൽ നിന്ന് നമുക്കെല്ലാവർക്കും പരിധികളില്ലാത്ത സമ്പത്ത് ലഭിക്കും. ജൈസെ ലൗകിക ബാപ് കോ യാദ് കിയാ ജാത്താ ഹെ, ഉൻസെ ഭി ജാസ്തി പരലൗകിക ബാപ് കോ യാദ് കർനാ പടേ. അത് പറയണം, നമ്മൾ നമ്മുടെ ലൗകികത്തിൽ അച്ഛനെ ഓർമ്മിക്കാറില്ലേ? എന്തെല്ലാം പ്രാപ്തികളാണ് അച്ഛനിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ ആ ലൗകിക അച്ഛനെ ഓർമ്മിക്കുന്നേക്കാൾ കൂടുതൽ പരലോക അച്ഛനെ ഓർമ്മിക്കണം. കാരണം കിട്ടേണ്ടുന്ന സമ്പത്ത് എന്ന് പറയുന്നത് പരിധികളില്ലാത്തതാണ്. ലൗകിക ബാപ് തോ അല്പകാൽ കെ ലിയെ സുഖ ദേത്തെ. അപ്പം ലൗകിക അച്ഛനാണെങ്കിലോ നമുക്ക് അല്പകാലത്തേക്കുള്ള സുഖമാണ് നൽകുന്നത്. എന്നാൽ ബേഹദ് കാ ബാപ് ബേഹദ് കാ സുഖ ദേത്തെ. എന്നാൽ പരിധിയില്ലാത്ത അച്ഛൻ നമുക്ക് പരിധികളില്ലാത്ത സുഖമാണ് നൽകുന്നത്. യഹി ആത്മാങ്കോ ജ്ഞാൻ മിൽത്തായി. ഇപ്പോൾ ആത്മാക്കൾക്ക് ഈ ജ്ഞാനം കിട്ടിയിരിക്കുകയാണ്. അഭി തും ജാനത്തെ ഹോ തീൻ ബാപ്. ഏത് ജ്ഞാനമാണ് കിട്ടിയത്? ആത്മാവിന് കിട്ടിയ ജ്ഞാനം എന്താ? ആത്മാവിന് ഇപ്പോൾ 3 അച്ഛന്മാരുണ്ട്. നമ്പർ ഇട്ട് പറയൂ. 1 ലൗകിക്, 2 പരലൗകിക്, 3 അലൗകിക്. അപ്പം നമ്പർ ഇട്ട് തന്നെ പറയണം. ലൗകികം, പരലൗകികം, അലൗകികം. ബേഹദ് കാ ബാപ് അലൗകിക് ബാപ് ദ്വാര തുംകോ സംചാരേ. ഇതിൽ 2 അച്ഛന്മാർ തമ്മിൽ പരസ്പരം കണക്റ്റഡാണ്. ഒരാൾക്ക് മറ്റൊരാളുമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പോൾ പരലോക അച്ഛന് ഡയറക്ഷന് ബന്ധമുള്ളത് അലൗകിക അച്ഛനുമായിട്ടാണ്. ആ അലൗകിക പിതാവിലൂടെയാണ് പരലൗകിക പിതാവ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ് ബാബ് കോ കോയി ഭി ജാനത്തെ നഹീ. എന്നാൽ ഈ ബാബയെ ആരും അറിയുന്നില്ല. ഏത് ബാബയെ? ഭക്തിമാർഗത്തിൽ ശിവബാബിലാരും വിളിക്കുന്നുണ്ട്. ശരിക്കും സ്പഷ്ടമായ ജ്ഞാനമില്ലെന്നേ ഉള്ളൂ. ഈശ്വര എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം കുറച്ചൊക്കെ വിളിക്കാനെങ്കിലും അറിയാമല്ലോ. എന്നാൽ ഒട്ടും വിളിക്കാത്ത അറിയാത്ത അച്ഛനാണ് അലൗകിക പിത. അവരാണ് ഈ അച്ഛനെ കോയി ഭി ജാനത്തെ നഹീ. ആർക്കും തന്നെ അറിയില്ല. ബ്രഹ്മ കി ബയോഗ്രഫി കാ കിസ്കോ പതാ നഹീ. ബ്രഹ്മാവിൻ്റെ ജീവചരിത്രം എന്താണ്? അതാർക്കെങ്കിലും അറിയുമോ? പതായി നഹീ. ഉൻകാ ഓക്യുപ്പേഷൻ ഭി ജാനനാ ചാഹിയേ നാ. അപ്പോൾ അലൗകിക അച്ഛനായ പ്രജാപിത ബ്രഹ്മാവുണ്ടെങ്കിൽ അങ്ങനെ പേരുണ്ടല്ലോ, ഒരാളുണ്ടാവുമല്ലോ. ആളുണ്ടെങ്കിൽ ആൾക്കൊരു ഡ്യൂട്ടിയും കാണുമല്ലോ, ഓക്യുപ്പേഷൻ കാണുമല്ലോ. അതുകൊണ്ട് ഉൻകാ ഓക്യുപ്പേഷൻ ഭി ജാനനാ ചാഹിയേ നാ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ അച്ഛൻ്റെ ജോലിയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ശിവ് കി ശ്രീകൃഷ്ണ കി മഹിമ ഗാത്തേ ഹെ. പരമാത്മാവിൻ്റെ മഹിമ പാടുന്നുണ്ട്, ദേവാത്മാക്കളുടെ മഹിമ പാടുന്നുണ്ട്, അല്ലെ ശ്രീകൃഷ്ണൻ മുതലായ ദേവതകളുടെ മഹിമ പാടുന്നുണ്ട്. ബാക്കി ബ്രഹ്മാക്കി മഹിമ കഹായ്. എന്നാൽ ഇവിടെ എവിടെയാണ് ബ്രഹ്മാവിൻ്റെ മഹിമ പാടുന്നത്? ആരെങ്കിലും വർണ്ണിക്കുന്നുണ്ടോ ബ്രഹ്മാവിനെ കുറിച്ച്? നിരാകാർ ബാപ്കോ ജരൂർ മുഖത്തോ ചാഹിയേന. അപ്പോൾ ആ അലൗകിക പിതാവായ ബ്രഹ്മാവിൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, എല്ലാവരും ഭക്തിമാർഗത്തിൽ ശിവബാബയുടെ മഹിമ, രൂപത്തിൻ്റെ മഹിമ പാടുന്നു, കർത്തവ്യത്തിൻ്റെ മഹിമ പാടുന്നു, ഗുണങ്ങളുടെ മഹിമ പാടുന്നു. ശ്രീകൃഷ്ണൻ്റെയോ ഈവൻ ശരീരത്തിൻ്റെ പോലും മഹിമ പാടുന്നു, ശരീരത്തെ പോലും അലങ്കരിക്കുന്നു. എന്നാൽ ബ്രഹ്മബാബയ്ക്ക്, പ്രജാപിത ബ്രഹ്മാവിൻ്റെ മഹിമകൾ എങ്ങും തന്നെ ഇല്ല. നിരാകാരനായ ബാബയ്ക്ക് തീർച്ചയായിട്ടും ചുണ്ടുകൾ ആവശ്യമാണ്. ആ ചുണ്ടുകളിലൂടെയാണ് അമൃത് നൽകുന്നത്.
എന്തമൃത്? ജ്ഞാനാമൃതം. അപ്പോൾ ഭക്തി മാർഗ് में बाप को कभी യഥാർത്ഥ രീതി യാദ് നഹീം കർ സക്തേ. ഇപ്പോൾ ഭക്തിയിൽ എല്ലാവരും ഭഗവാനെ വിളിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ രീതിയിൽ, ഓർമ്മിക്കേണ്ട രീതിയിൽ, വിധിപ്രകാരം ഓർമ്മിക്കുന്നില്ല. അഭി തും ജാൻതേ ഹോ സമസ്തേ ഹോ ശിവ് ബാബ കാ രഥ് ഹേ യഹ്. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലേ മനസ്സിലായി, നിങ്ങൾ തിരിച്ചറിയുന്നു, ഇത് ബ്രഹ്മാവെന്ന് പറയുന്നത് ശിവബാബയുടെ രഥമാണ്. രഥ കോപ്പി ശിങ്കാർ കർത്തേക്കന. അപ്പോൾ നമ്മൾ രഥത്തെയും നമ്മൾ അലങ്കരിക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വണ്ടി മേടിക്കും, വണ്ടി എന്ത് ചെയ്യും? നമ്മൾ വണ്ടി ഓടിക്കും, വണ്ടി തൂക്കും, കഴുകും, വൃത്തിയാക്കും. എല്ലാവരും നമ്മൾ വാഹനത്തെ കൂടി നമ്മൾ കെയർ ചെയ്യില്ലേ? അപ്പോൾ രഥത്തെയും അലങ്കരിക്കുന്നുണ്ടല്ലോ. ജയ്സേ മുഹമ്മദ് കെ ഘോഡെ കോപ്പി സജ്ജാത്തെ അല്ലെ, മുഹമ്മദിൻ്റെ കുതിരയെ അണിയിച്ചൊരുക്കി അലങ്കരിക്കും. അപ്പോൾ ആനയെ നമ്മൾ അലങ്കരിക്കാറില്ലേ? പണ്ട് രാജാക്കന്മാരുടെ കുതിര എങ്ങനെയാണ്? അതിനൊക്കെ നമ്മൾ അലങ്കരിക്കും. എന്നിട്ട് അലങ്കൃതമായ കുതിരയുടെ പുറത്താണ് രാജാക്കന്മാർ സഞ്ചരിക്കുന്നത്. വലിയ വലിയ ആളുകൾ സഞ്ചരിക്കുന്ന വാഹനം പോലും അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് അലങ്കരിക്കാറുണ്ട്. ബാബ എക്സാമ്പിൾ പറയാണ്, മുഹമ്മദ് കെ ഘോഡെ കോപ്പി സജാത്തേ, മുഹമ്മദിൻ്റെ കുതിരയെയും അലങ്കരിക്കുന്നു. തും ബച്ചേ കിത്തന അച്ഛി രീതി മനുഷ്യങ്കു സംചാത്തേ. അതുകൊണ്ട് കുട്ടികളായി നിങ്ങൾ എത്ര നല്ല രീതിയിൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. തും സബിക്ക് ബഡായി കർത്തേ. എല്ലാവരുടെയും വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവരെയും ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്, ആരെയും താഴ്ത്തുന്നില്ല. എല്ലാവർക്കും അവരുടേതാകുന്ന മഹിമയുണ്ട്. ആ മഹിമ ഒട്ടും കുറയ്ക്കാതെ തന്നെ അത് അതേപോലെ തന്നെ നമ്മൾ പറയുകയാണ്. നമ്മളെന്താ ബഡായി പറയുന്നത്? പറഞ്ഞു കൊടുക്കുന്നവരോട് തും ഏക് ദേവതാ ധേ, പടം കാണിച്ചിട്ട് പറയും, നിങ്ങളൊക്കെ ഈ ദേവതയായിരുന്നു നിങ്ങൾ, അല്ലെ നിങ്ങളായിരുന്നു പണ്ട് ഈ ദേവതയായിരുന്നത്. പിന്നെന്തു പറ്റി? ഫിർ 44 ജനം ഭോഗ് തമോ പ്രധാൻ ബനേഹോ. ഈ ദേവതയെ പോലെ ഇരുന്ന അല്ലെങ്കിൽ ദേവതയായിരുന്ന നിങ്ങളാണ് 84 ജന്മങ്ങൾ എടുത്തത് ഈ പരുവത്തിൽ തമോ പ്രധാനമായത്. അവരോട് എന്ത് പറയണം? അബ് ഫിർ സദോ പ്രധാൻ ബന്ന, ഇനി വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് പോകണം, പഴയതുപോലെയാകണം. നമ്മൾ ഭക്തിയിലും പാടാറില്ലേ സന്ധ്യയ്ക്ക്? പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാക എങ്കലിഹ നാരായണ. പണ്ടേ കണക്ക് വരും. എന്താ പണ്ടേ കണക്ക്? ആർക്കറിയാം? അപ്പോൾ പണ്ടത്തതുപോലെ ആകണമെന്ന് പറയുന്നുണ്ട്. നിൻ കൃപ എങ്കലുണ്ടാകണം. അപ്പോൾ എനിക്ക് എൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം, പണ്ടേ പോലെ എനിക്ക് ആകണം. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, ചാടാൻ പറ്റുന്നില്ല, പൊങ്ങുന്നില്ല. പറക്കാൻ ശ്രമിക്കും, പക്ഷെ പറക്കാൻ പറ്റുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? നിൻ കൃപ എങ്കലുണ്ടാകണം. നിൻ്റെ കൃപയുണ്ടെങ്കിൽ നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ ഓക്കെ, എനിക്കതാകാൻ സാധിക്കും. നാരായണ ജയ. അർത്ഥം എന്താണ്? എനിക്ക് നാരായണനായിട്ട് ജയിക്കണം, ജയനാരായണനായിട്ട് മാറണം, വിക്ടോറിയസ് സോളായിട്ട് മാറണം. ആ സോൾ സ്റ്റേജ്, ജയനാരായണൻ്റെ അവസ്ഥ, അതാണ് എൻ്റെ പണ്ടത്തെ അവസ്ഥ. അതാക്കാൻ ഹേ ഭഗവാൻ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയും. അതുകൊണ്ട് ബാബറിയാണ് നമ്മൾ ബെഡായി പറയുന്നതാണ്. എന്താ ബെഡായി? സൂചിപ്പിക്കാൻ പറയുന്നതല്ല, ശരിക്കും ബെഡായി ആണ്. എങ്കിലും അവർക്ക് സന്തോഷം വരണ്ടേ? പറയും, നിങ്ങളായിരുന്നു ഈ ദേവത, പക്ഷേ 84 ജന്മങ്ങളിടത്ത് നിങ്ങൾ തമോ പ്രധാനമായി പോയി. ഇനി വീണ്ടും നിങ്ങൾക്ക് സദോ പ്രധാനമാകണം. അതിനെന്ത് ചെയ്യണം? ഉസ്കേലിയെ योग चाहिए. വെറുതെ പറ്റില്ല, അതിനെന്ത് ചെയ്യണം? യോഗം ചെയ്യണം. അങ്ങനെ യോഗം എന്ന സബ്ജക്റ്റ് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചെന്ന് നോക്കിയേ. എവിടുന്ന് തുടങ്ങി എവിടെ കൊണ്ട് നിർത്തി നോക്കും. അപ്പോൾ നേരെ ചെന്നിട്ട് നിങ്ങൾ യോഗം പഠിക്കുന്ന ആരും പഠിക്കുമോ? ഇല്ല. അപ്പോൾ യോഗം ആവശ്യമാണെന്ന് ഡയറക്റ്റ് പറയാതെ, ആ സെൻറ്റൻസിൻ്റെ ആദ്യമേ പറയാതെ ആ സെൻറ്റൻസിന് അവസാനം കൊണ്ട് പറഞ്ഞിരിക്കുന്നു. അവർക്ക് ആകാംക്ഷ ഉണ്ടാക്കി അവസാനം കൊണ്ട് പറഞ്ഞു യോഗം ചെയ്യണം. ക്ലൈമാക്സ് അതാണ് യോഗം. പരന്തു ബഡാ മുസ്കിൽ കോയി സമസ്തേ. അല്ലെങ്കിൽ യോഗം എന്ന സബ്ജക്റ്റിലേക്ക് വന്നപ്പോഴത്തേക്കും പണിപാളി. ചെല്ലു പറയുന്നു, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ, ഞങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ടാണ്? യോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു സംശയം അവർക്കുണ്ടാക്കിയത്. പരന്തു ബഡാ മുസ്കിൽ കോയി സമസ്തേ സംജായിത്തോ കുഷിക്ക പരാച്ചടെ. എന്നാൽ ഇത് അങ്ങനെയല്ല. നിങ്ങൾ വിചാരിക്കുന്ന അർത്ഥമല്ല യോഗത്തിനുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലോ എന്ത് സന്തോഷമായിരിക്കും അവർക്ക്. അവരാ മിസ് അണ്ടർസ്റ്റാൻഡിങ് എല്ലാം പോയി. യോഗ എന്നാൽ മറ്റെന്തോ ആണെന്ന് കരുതിയിരുന്നവർക്ക് പറഞ്ഞു കൊടുത്തു. അത് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് എന്തോ സംഭവം, അയ്യോ എന്ന് പറഞ്ഞ ആളിപ്പോൾ ചോദിക്കുന്നു, ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളാണോ? അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ എത്ര സന്തോഷം ഉണ്ടാവും. സംചാനെ വാലത്തോ ഹി പാര ചടിജായി.
അപ്പം ഈ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മാത്രമല്ല ലഹരി, പറയുന്ന ആൾക്കും ഉണ്ടാവും. യോഗയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കും ഉണ്ട് ഭയങ്കര ലഹരിയുടെ അനുഭവം ഉണ്ടാകും, കേൾക്കുന്നവർക്കാണെങ്കിലോ അതിലേറെ അനുഭവം ഉണ്ടാവും. ബേഖദ് കെ ബാപ് കാ പരിചയ ദേനാ കൊയ് കമ്പാത്തിക്കാ. അവ ചോദിക്കുകയാണ്, പരിധിയില്ലാത്ത അച്ഛനെ കുറിച്ചുള്ള പരിചയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായ കാര്യമാണെന്ന് കരുതുന്നുണ്ടോ? ഇത് ലോകത്ത് ആളുകൾ എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ പോവുകയാണ്. ഫുൾ ടൈം മീറ്റിങ്, കോച്ചിങ്, ഇതിൻ്റെ എല്ലാം പുറകെ പോയി കോൺഫറൻസ്, എന്ത് കിട്ടാനാ? അപ്പോൾ പറയണം, എന്നാൽ പരിധികളില്ലാത്ത അച്ഛൻ്റെ പരിചയം കൊടുക്കുന്ന ഈ ഒരു കാര്യം അത് നിസ്സാരമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ക്യാ സമജ് നഹീ സക്തേ. പക്ഷേ പറഞ്ഞു കൊടുത്തിട്ട് എന്താ ഫലം? ഇതിനാരും ആ വേണ്ടത്ര പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. പലർക്കും ഇതെന്താണെന്ന് മനസ്സിലാകുന്ന പോലുമില്ല. വലിയ വലിയ ബുദ്ധിജീവികളാണ്, സയൻറ്റിസ്റ്റുകളാണ്, അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ്. പക്ഷേ ഈ ഒരു കാര്യം മനസ്സിലായാൽ പറഞ്ഞു കൊടുത്താൽ തലയിൽ കയറില്ല. പിന്നെ ഇവരുടെ പാണ്ഡിത്യം കൊണ്ട് എന്താ ഫലം? അവ ചോദിക്കുകയാണ്. കകത്തെ ഹേ കൈസേ ഹോ സക്ത. അവർ ചോദിക്കുന്നത്, ഈ ഒരു യോഗം ചെയ്താൽ ദേവതയാകാൻ പറ്റുമോ? ഹൗ, എങ്ങനെ ചോദിക്കുന്നതാണ്. എങ്ങനെ സാധിക്കും? ബേഖദ് കാ ബാപ് കി ജീവൻ കഹാനി സുനാത്തെ. അതുകൊണ്ട് ഇവിടെ നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ ജീവിത കഥ കേൾപ്പിച്ചു കൊടുക്കണം. ആ ബാബ് കഹത്തെ ഹേ ബച്ചേ പാവൻ ബനോ. അതുകൊണ്ട് ഇപ്പോൾ ബാബ പറയുകയാണ്, മക്കളെ നിങ്ങളെല്ലാവരും ഇപ്പോൾ പാവനമാകണം. തും പുകാത്തെ ദേന ഏ പതിത പാവനാവോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ വിളിച്ചില്ലേ എന്നെ? എന്താ വിളിച്ചേ? അല്ലയോ പതിത പാവന വരൂ എന്ന് പറയും. ഗീത മേ ബി കെ മന്മനാഭവ അക്ഷർ അല്ല, ഗീതയിലും ഉണ്ടല്ലോ മന്മനാഭവ എന്നുള്ള വാക്ക്. പക്ഷേ പരന്തു ഉൻകി സംചാനി കൊയ്ക്ക് പാസ് നഹി. ആ മന്മനാഭവ എന്നുള്ള ആ ഒറ്റ വാക്ക്, അതിനെക്കുറിച്ച് പോലും വ്യക്തമായ തിരിച്ചറിവ് ആരുടെയും പക്കലില്ല. അവരെന്തൊക്കെയോ വ്യാഖ്യാനിക്കുന്നു, എങ്ങനെയൊക്കെയോ വ്യാഖ്യാനിക്കുന്ന ആൾക്കും പിടികിട്ടുന്നില്ല സംഭവം എന്താണെന്ന്, കേൾക്കുന്നവർക്കും ഒട്ടും പിടികിട്ടുന്നില്ല ഇതെന്താണ്. ബാബറിന് ഉൻകി സംചാനി, ആ മന്മനാഭവ എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥതലം ആർക്കും മനസ്സിലാകുന്നില്ല. അത് പറഞ്ഞു കൊടുക്കാനുള്ള തിരിച്ചറിവും ആരുടെയും പക്കലില്ല. ബാബ് ആത്മാക്ക ജ്ഞാൻ ഭി കിത്തന ക്ലിയർ കർ സംചാത്തെ. നോക്കൂ, ബാബ ആത്മാവിനെ കുറിച്ച് പോലും എത്ര ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തന്നിരിക്കുന്നു നമ്മളെ. അംശമാത്രം പോലും സംശയരഹിതമായി, സംശയമില്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ സ്പഷ്ടമാക്കി തന്നെ പഠിപ്പിച്ചു തന്നില്ലേ ആത്മാവ് എന്താണ്. ലോകത്തിലുള്ള ഒരു പണ്ഡിതനോട് ചോദിക്കൂ ആത്മാവിനെ കുറിച്ച്, അവരെന്തായിരിക്കും പറയാൻ പോകുന്നത്? ആത്മാവിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു തരും? ഒന്നും പറയില്ല. ആത്മാന്ന് വാക്കുച്ചരിച്ചുകൊണ്ടിരിക്കും. അത് ബ്രഹ്മത്തിൻ്റെ അംശമാണ്, ബ്രഹ്മം തന്നെയാണെന്നൊക്കെ പറഞ്ഞാലേ വാട്ട് ഈസ് ആത്മാ? ആത്മാവ് എന്താവും എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരമല്ല. പകരം പറയുന്നത് ആത്മാവ് ബ്രഹ്മത്തിൻ്റെ അംശമാണ്, ആത്മാവ് തന്നെയാണ് പരമ. അതൊക്കെ ഓക്കെ സമ്മതിച്ചു. പക്ഷേ ആത്മാ, ഞാൻ ചോദിച്ചത് ബ്രഹ്മത്തിൻ്റെ അംശമാണ് ആത്മാവ് നല്ലല്ലോ ചോദിച്ചത്. ആത്മാവ് പരമാത്മാവാണോ ഞാൻ ചോദിച്ചില്ലല്ലോ. ആത്മാവ് എന്താണെന്നല്ലേ ചോദിച്ചത്. അതിന് മറുപടി താ. എൻ്റെ അവസ്ഥയെക്കുറിച്ചല്ല ചോദിച്ചത്, ആത്മാവിനെ കുറിച്ചാണ് ചോദിച്ചത്. ബാബ പറയാണ്, ആരുടെയും പക്കൽ തിരിച്ചറിവില്ല. ബാബ കിത്തന ക്ലിയർ കർ സംചാത്തേ. എത്ര വ്യക്തമാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. ഏ ശാസ്ത്രമേ കൊയ് ശാസ്ത്രമേ ബാത്തേ ഹി നഹീ. ഒരു ശാസ്ത്രത്തിലും ഈ പറഞ്ഞ രീതിയിൽ അത്ര സ്പഷ്ടമായിട്ട് ആത്മാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഫൽ കഹത്തെ ഹി ആത്മാ ബിന്ദി ബുർഗുഡി കെ ബീച്ച് സ്റ്റാർ. ചില പറയും ആത്മാവ് ഒരു ബിന്ദുവാണ്, ചില പറയും ഭൃഗുടിയിൽ തിളങ്ങുന്ന അജബ് സിതാര, അത്ഭുത നക്ഷത്രമാണ് എന്നൊക്കെ പറയും. പരന്തു യഥാർത്ഥ രീതി കിസി കി ബുദ്ധിമേ ഹി നഹി. എന്നാൽ യഥാർത്ഥ രീതിയിൽ ഒരു നക്ഷത്രം എന്ന് പറയുമ്പോൾ ഏതുപോലെ നക്ഷത്രം? സ്ഥൂലമായ ആകാശ നക്ഷത്രം പോലെയാണോ? നക്ഷത്രം എന്നൊരു വാക്ക് ഉപയോഗിച്ചെന്തുകൊണ്ടാണത്? തിളങ്ങുന്നു, പ്രകാശിക്കുന്ന അർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്ന് വെച്ച് ഒരു നക്ഷത്രവുമായിട്ട് ആത്മാവിന് യാതൊരു ബന്ധവുമില്ല. അതൊരു പറയാൻ വേണ്ടി ഒരു വാക്കുണ്ടാക്കി. ആത്മാവിൽ നിന്നും വെട്ടിത്തിളങ്ങുന്നു, പ്രകാശിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നക്ഷത്രം എന്നൊരു വാക്കോട് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും നക്ഷത്രമാണോ ആത്മാ? അവർ പറയുമ്പോൾ ഭൃഗുഡി കെ ബീച്ച് സ്റ്റാർ. എന്നാൽ യഥാർത്ഥ രീതിയിൽ ഇതാരുടെയും ബുദ്ധിയിൽ വരുന്നതേയില്ല. വകബീജാന്നപ്പടെ. എന്നാൽ അത് മനസ്സിലാക്കണ്ടേ? ആത്മാവ് ഉണ്ടെന്നുള്ള സത്യമാണെങ്കിൽ അതിൻ്റെ കുറിച്ചുള്ള ശരിയായ അറിവും വേണ്ടേ? കലിയുമേ ഹി അൺറൈറ്റിയസ്.
എന്നാൽ കലിയുഗത്തിൽ നോക്കിയേ ഏത് കാര്യവും അതിൻ്റെ ശരിയായ അർത്ഥത്തിലല്ല ആളുകൾ മനസ്സിലാക്കുന്നത്. കാരണം കലിയുഗമാണ് അൺറൈറ്റിയസ് ഏജാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തിനും അൺറൈറ്റിയസ് മീനിങ് ആണ് കൊടുക്കുന്നത്. സത്യമേ സബ് ഹെ റൈറ്റിയസ്, സത്യത്തിലോ എല്ലാവരും റൈറ്റിയസ് ആണ്. ഭക്തി മാർഗമേ മനുഷ്യ സമസ്തേഹി, അല്ലെ ഭക്തി മാർഗത്തിൽ മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. എന്ത് മനസ്സിലാക്കുന്നുണ്ട്? ഏക് സബ് ഈശ്വർ സേ മിൽനെ കെ രാസ്തേഹി, ഏത് വഴിയെ പോയാലും ദൈവത്തിലെത്തും. ഇതിൽ പറയുന്ന വഴിയാണ് വഴികൾ പലതാണെന്നേ ഉള്ളൂ, അതെല്ലാം ചെന്ന് ചേരുന്ന ഒരു സ്ഥലത്താണ്. പല നദികൾ ഒഴുകി അവസാനം സാഗരത്തിലല്ലേ വന്നു ചേരുന്നത്. ഈ ഒരു ഉപമയെ പിടിച്ചാണ് എല്ലാവരും കളിക്കുന്നത്. ഈ ഒരു ഉപമ എല്ലാവരും പറയുന്നുണ്ട്. പല വഴിയാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ പിന്നെ ചോദ്യത്തിന് സ്ഥാനമില്ലല്ലോ. ബാബ പറയുന്നു എല്ലാവരും ഇങ്ങനെ വിചാരിക്കുന്നു, ഈശ്വരിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് പല വഴി. അവനില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ വഴിയേ ഉള്ളൂ. പല വഴി കയറിയാൽ പെരുവഴിയിലാകത്തേ ഉള്ളൂ, ലക്ഷ്യത്തിലെത്തില്ല. ഈ സ്ഥലത്തേക്ക് വേറെ പലത്തും എത്താൻ പറ്റുമായിരിക്കാം. ഇപ്പം നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ പല റോഡിൽ കൂടെ പോകാം, പല റൂട്ടിലും പോകാം. കറങ്ങി തിരിഞ്ഞ് ചിലപ്പോൾ എളുപ്പമെത്തുന്ന വഴി ഉണ്ടാവും, വളഞ്ഞ വഴികളുണ്ടാകും, കറങ്ങി തിരിഞ്ഞ് വരുന്ന വഴി ഉണ്ടാകും. പക്ഷേ എന്തായാലും സ്ഥലത്തെത്തും. പക്ഷേ ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ പല വഴിയില്ല. അത് ഏകസ്ഥാനമാണ്, അത് പരമ ആശ്രയസ്ഥാനമാണ്. അവിടെ എത്താൻ കുറുക്ക് വഴികളില്ല, പല വഴികളില്ല, ഒറ്റ വഴിയുള്ളൂ, സ്ട്രെയിറ്റ് ഫോർവേഡ്, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയല്ലാതെ വേറെ ഏത് വഴി പോയാലും അവിടെ എത്താൻ പറ്റില്ല. ബാബ തീർത്ത് പറയുകയാണ്. ഇപ്പം എല്ലാവരും പറയുന്നു വഴികൾ പലതായാൽ എന്താ കുഴപ്പം, ലക്ഷ്യത്തിലെത്തിയാൽ പോരെ. അത് സ്ഥൂലമായ ലോകത്ത് സംഭവിക്കുമായിരിക്കാം. ഒരു രാജ്യത്ത് പോകാൻ പല വണ്ടിയിൽ പോകാം, പല റൂട്ടിലൂടെ പോകാം, പല വശങ്ങളിലൂടെ വരാം. എന്നാൽ ഇവിടെ ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് ബാബ പറയുന്നത് ഒരാൾ വരുമ്പോൾ ആദ്യം നിങ്ങൾ അവരെ കൊണ്ട് ഫോം ഫില്ല് ചെയ്യിക്കണം. ശരിക്കും ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് ഐഡിയ കിട്ടും. ക്യോം ആയഹോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് ക്വസ്റ്റ്യനാണ്. അപ്പം പലരും പറയുന്ന പല അർത്ഥങ്ങൾ. നിങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി വന്നതാണ്, മനഃശാന്തിക്ക് വേണ്ടി വന്നതാണ്, യോഗം പഠിക്കാൻ വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ സത്സംഗത്തിൽ നിന്ന് കൂടാൻ വേണ്ടി വന്നതാണ്. പലരും പല പല അഭിപ്രായങ്ങളായിരിക്കും രേഖപ്പെടുക. ഒരൊറ്റ ചോദ്യത്തിൽ നിന്നും മനസ്സിലാക്കാം ഓരോ ആത്മാക്കളും വന്നതിൻ്റെ ഉദ്ദേശം എന്താണ്. അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ഇവർക്ക് ഏതിൽ കോഴ്സ് കൊടുക്കണം. അവർ ജസ്റ്റ് ശാന്തിക്ക് വന്നേ ഉള്ളൂ, സ്കൂളിലൊന്നും വേണ്ട, അത് കുറ്റവരങ്ങ് നോക്കോളും. ചിലയാണെങ്കിൽ ഒരിക്കൽ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് ഗഹനമായി പഠിക്കണം. അവരെന്ത് ചെയ്യും? നിന്നങ്ങ് പഠിക്കും. കാര്യം ലക്ഷ്യം പഠിക്കണമെന്നാണ്. അതേപോലെ അനുഭവം ഫലാണ് ഏകാക്യവുമായേക്കോ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഇസ് സേഫി തുംകോ ബേഹദ് കാ ബാപ് കാ പരിചയ ദിനായ. അപ്പോൾ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ആ അവരെഴുതി വെച്ച വാക്കുകളിൽ നിന്നും അവരുടെ മനോഭാവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ബാബരോട് ബാബയുടെ പരിചയം കൊടുക്കാം. ആ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കണം, ആത്മാക്ക ബാബ് കോനെ, ആത്മാവിൻ്റെ അച്ഛൻ ആരാണ്? സർവവ്യാപി കഗ്നേസെ തോ കോയി അർത്ഥ ഹി നഹി നിക്കല. അവിടെ സർവ്വവ്യാപി എന്നാണ് പറയുന്നതെങ്കിൽ ഉത്തരമെങ്കിൽ അതിൽ പ്രത്യേകിച്ച് വല്ല അർത്ഥമൊന്നുമില്ല, കണ്ടെത്താൻ സാധിക്കില്ല. സബ്കാ ബാപ് കോൻ ഹേ ഏക മുഖ്യ ബാത് ഹേ, എല്ലാവരുടെയും അച്ഛൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇവിടുത്തെ പ്രസക്തമായ കാര്യം. അപ്നെ അപ്നെ കർമ്മേ ഭി തും സംചാ സക്തേ ഹോ, നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ നിന്നും ഈ കാര്യങ്ങൾ വീട്ടുകാർക്കും പറഞ്ഞു കൊടുക്കാം. ഏക് തോ മുഖ്യ ചിത്ര, അതിൽ പ്രധാനമായിട്ടും ഉള്ള ചിത്രങ്ങൾ ഇതൊക്കെയാണ്. സീഠി, ത്രിമൂർത്തി, ചാട്. ഇപ്പം ജ്ഞാനത്തിൻ്റെ ഗഹനമായ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് മനസ്സിലാക്കി കൊടുക്കുവാൻ ഏറ്റവും നല്ല ചിത്രമാണ് ഏണിപ്പടിയുടെ ചിത്രം, ത്രിമൂർത്തിയുടെ ചിത്രം, സൃഷ്ടിവൃക്ഷത്തിൻ്റെ ചിത്രം. ഇത് ബഹുത് ജരൂരി. ആദ്യം നമ്മൾ ഒരാൾക്ക് രണ്ടച്ഛന്മാരുടെ പരിചയം കൊടുത്തു, പിന്നെ ആത്മാവിൻ്റെ പരിചയം കൊടുത്തു. ഇതുകൊണ്ട് കാര്യം ഏകദേശമൊക്കെ ക്ലിയറായി. പക്ഷെ ഇനി അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണമെങ്കിൽ വേറെ ചില തലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ബഹുത് ജരൂരി, വളരെ വളരെ ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? चार्ट से सब धर्म वाले समझ सकते हैं हमारा धर्म कब शुरू हुआ. ആ സൃഷ്ടിവൃക്ഷത്തിൻ്റെ പടം വയ്ക്കുമ്പോൾ ആ പടം നോക്കുമ്പോൾ മറ്റുള്ള ധർമ്മത്തിൽപ്പെട്ടവർക്ക് മനസ്സിലാകും നമ്മുടെ ധർമ്മം എപ്പോഴാണ് തുടങ്ങിയത്, എപ്പോഴാണ് ഈ ധർമ്മത്തിൻ്റെ ആരംഭം ഉണ്ടായത്.
हम इस हिसाब से स्वर्ग में जा सकते हैं. അപ്പോൾ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്ന കാലഘട്ടത്തിന് ശേഷമാണ് ശിഖരം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ശിഖരത്തിരിക്കുന്ന എനിക്ക് അതിന് താഴെയുള്ള തടിയിലേക്ക് പോകാൻ പറ്റുമോ? ഞങ്ങളുടെ കാലഘട്ടം ഇതാണ്, സ്വർഗീയ കാലഘട്ടം ഇതൊക്കെ മുൻപേ ആയിരുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് അവിടേക്ക് പോകാൻ സാധിക്കുന്നത്, പോകാൻ പറ്റുമോ എന്ന് സ്വയം അവർക്ക് മനസ്സിലാകും. ജോ ആത്തേക്ക് പീച്ചെ ഉണ്ട് സത്യത്രയദായകമാകുന്ന തായ്തടി, അതിനുശേഷം വന്ന ശിഖരങ്ങൾക്കോ ആ തായ്തടിയുടെ തുടർച്ചയ്ക്കോ ഉള്ളവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വർഗമേ ജാനസക്കെ, സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇത് വളരെ ഗഹനമായി ചിന്തിക്കേണ്ടുന്നൊരു ടോപ്പിക്സാണ്. വളരെ താമസിച്ച് വന്നവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല. പിന്നെ എവിടേക്ക് പോകും? ശാന്തിധാമേ ജാസക്കെ, ശാന്തിധാമത്തിൽ പോകാൻ പറ്റും, അതിൽ യാതൊരു സംശയമില്ല. ജാർസേഫി ബഹുത് ക്ലിയർ ഹോത്തായി. അപ്പോൾ ആരൊക്കെയാണ് ശാന്തിധാമത്തിൽ പോകുന്നതെന്നും ആരൊക്കെയാണ് ജീവൻ മുക്തി ധാമത്തിലേക്ക് വരുന്നതെന്നുമെല്ലാം വൃക്ഷത്തിൻ്റെ പടത്തിലൂടെ ബഹു ക്ലിയർ ഹോത്തായി. ചിന്തിക്കുന്നവർക്ക് വളരെ നന്നായിട്ടത് മനസ്സിലാവും. ജോജോ തരം പീച്ചെ ആയി, ഏതൊക്കെ ധർമ്മങ്ങളാണോ പിന്നീട് പുറകെ വന്നത്, ഉനേങ്കി ആത്മായെ ജരൂർ ഊപ്പർമേൻ ജായെ വിരാജമൻ ഹോങ്കി. അപ്പം പിന്നീട് വന്ന ധർമ്മത്തിൽ ആത്മാക്കളൊക്കെ എന്ത് ചെയ്യുന്നു, അവരുമെല്ലാം തീർച്ചയായിട്ടും മുകളിൽ പോയിരിക്കും, മുക്തിയിലേക്ക് പോകണം. അപ്പം തുമാരി ബുദ്ധിമേ സാരാ ഫൗണ്ടേഷൻ ലഗായ ജാത്തായ. അപ്പോൾ വൃക്ഷത്തിൻ്റെ ടോപ്പിൽ വന്ന ആരൊക്കെയാണ്? വൃക്ഷത്തിൻ്റെ മേളിൽ നിൽക്കുന്ന എല്ലാവരും പിന്നീട് വന്ന ആത്മാക്കളൊക്കെയാണ് മേളിൽ നിൽക്കുന്നത്. ലാസ്റ്റ് വന്ന ശിഖരങ്ങൾ ഇലകളൊക്കെ മേളിൽ നിൽക്കും, ആദ്യത്തെ ശിഖരമെല്ലാം താഴെ നിൽക്കും. ആ രീതിയിലാണ് അക്രോപെറ്റൽ സക്സഷൻ മൂലമാണ് ഉണ്ടാക്കുന്നത്. ആ സക്ഷൻ എന്ന് വെച്ചാൽ ഓൾഡറെല്ലാം താഴെയും യങ്ങറെല്ലാം മുകളിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുന്നതിനെയാണ് നമ്മൾ അക്രോപെറ്റൽ സക്സഷൻ എന്ന് പറയുക. അപ്പം ആ രീതിയിലാണ് ഈ വൃക്ഷം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം പിന്നീട് വന്നവരെല്ലാം മുകളിലാണ് പോയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ഫൗണ്ടേഷനും വന്നു കഴിഞ്ഞു. ബാബാക്കകത്തേക്ക് आदि सनातन देवी देवता धर्म का सैपलिंग तो लगा, फिर झाड़ के पत्ते भी तुमको बनाने. ഇപ്പോൾ ബാബ വന്നിട്ട് ആദിസനാതന ദേവീ ദേവതാ ധർമ്മത്തിൻ്റെ വിത്ത് വിതച്ചു, ബീജം വിതച്ചു. അതിൽ നിന്നും മരം പൊട്ടിമുളയ്ക്കും, അതിലെ ഇലകളായിട്ട് നിങ്ങൾ മാറുന്നു. പത്തേ ബിഗത്തോ ചാടുകോ തന്നഹി. ഒരു വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുവാണ്? ഇലകളെയല്ലേ കാണുക. ഒരു മരം എന്ന് പറയുമ്പോൾ, ചെടി എന്ന് പറയുമ്പോൾ അതിൽ പൂക്കളും ഫലങ്ങളൊക്കെ കുറവായിരിക്കും, പക്ഷെ ജാസ്തിയുള്ളത് ഇലകളാണ്. അപ്പോൾ ബാബാണ് ഇലയില്ലെങ്കിൽ വൃക്ഷം നിലനിൽക്കുമോ? വൃക്ഷത്തിൻ്റെ നിലനിൽപ്പെന്ന് പറയുന്ന പോലും ഇലകളിലാണ്. ഒത്തനഹി, ഇലയില്ലാതെ വൃക്ഷം നിലനിൽക്കില്ല. അതുകൊണ്ടാണ് സത്യവുമാകുന്ന ആ തായ്തടി വരുമ്പോൾ ആ വൃക്ഷം മുളച്ച് വരുമ്പോൾ ഇലകൾ വേണ്ടേ? ചെടി മാത്രം മുളച്ചാൽ പോരല്ലോ. അതുകൊണ്ട് ബാബ പറയുന്നതാണ്, ഇലകൾ അവിടെ ആവശ്യമായതുകൊണ്ട് ഇലകൾ തയ്യാറാകണം. ബാബ പുരുഷാർത്ഥ കരാത്തേ. കാരണം ഇലയായി മാറാൻ വേണ്ടിയിട്ട് ബാബ നമ്മളെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കും. എന്ത് പുരുഷാർത്ഥമാണ്? ആപ് സമാൻ ബനാനെ കേലിയെ, തനിക്ക് സമാനം തൻ്റെ ഓരോ കുട്ടികളും ആകാൻ വേണ്ടി, അവരെ ആക്കാൻ വേണ്ടി ബാബ നിരന്തരം പറഞ്ഞ് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. കരോ 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 എന്ന് എല്ലാ ദിവസവും പറയണം. കുട്ടികൾ അങ്ങനെയാണ്, പടിയടാ അടുത്ത് പറഞ്ഞാൽ അവർ പഠിക്കത്തൊന്നുമില്ല. അച്ഛനും അമ്മയും പുറകെ നടക്കണം. രാവിലെ ഇന്ന് പഠിയിടാ, ഉച്ചയാകുമ്പോൾ ഇന്ന് പഠിയിടാ, അല്ലേ, ഹോംവർക്ക് ചെയ്യിടാ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യും. ഒരു പ്രായത്തിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സ്വയം പഠിക്കും, അത് വേറെ വിഷയം. അപ്പോൾ അതേപോലെ കൊച്ചുകുട്ടികളുടെ പുറകെ നടന്ന് അച്ഛനും അമ്മയും നിരന്തരം പറഞ്ഞിട്ടേയിരിക്കണം, പഠിക്കണം. അതേപോലെ ബാബയും എപ്പോഴും വിളിപ്പതാണ്, നിങ്ങൾ പുരുഷാർത്ഥ കരോ, തപസ്യ കരോ, योग കരോ, സേവ കരോ, എല്ലായിടത്തും കരോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതില്ലാതെ ബാബയ്ക്കൊന്നും പറയാൻ പറ്റില്ല. ബാബയ്ക്ക് അറിയാം നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞാലേ ചെയ്യുള്ളൂ. ഔർ തരം വാലോങ്കോ പത്തേനേക്കും ബനാനെപ്പെടുത്തേ. ബാബാണ് ഇലകളെ ഉണ്ടാക്കേണ്ട ജോലി നിങ്ങളുടേതാണ്. ഇപ്പോൾ പ്രജയെ ഉണ്ടാക്കണം ബാബ പറയുന്നില്ല. ഈ സമയത്ത് പ്രജയെ ഉണ്ടാക്കണം, ഭക്തരെ ഉണ്ടാക്കണം, അതേപോലെ ബാബന് ഇലകളെയും തയ്യാറാക്കണം. എന്നാൽ ആ ഇലകളെ തയ്യാറാക്കുന്ന ജോലി നിങ്ങൾക്കുള്ളതാണ്. മറ്റു ധർമ്മത്തിൽപ്പെട്ട ആത്മാക്കൾക്കൊന്നും ഇലകളെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭക്തോ ഊപ്പർ സേ ആത്തേ, ഫൗണ്ടേഷൻ ലഗാത്തേ. അവർ ജസ്റ്റ് വന്നു, ധർമ്മം സ്ഥാപിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ. ഫിർ പത്തേ പീച്ചെ ഊപ്പർ സേ ആത്തേ ജാത്തേ. അപ്പോൾ ആദ്യം ഒരു ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ധർമാത്മാവ് ഭൂമിയിലേക്ക് വരും. സൃഷ്ടിവൃക്ഷത്തിൻ്റെ ശിഖരം ഉണ്ടാവും, മുളയ്ക്കാൻ തുടങ്ങും.
പിന്നീട് മുകളിൽ നിന്ന് അവരുടെ പുറകെ ആത്മാക്കളൊക്കെ വന്നിട്ടിരിക്കും. എന്നിട്ട് ആ ശിഖരത്തിൽ വന്ന് ഒട്ടിപ്പിടിക്കും ഇലകളായിട്ട്. അങ്ങനെ ആ ധർമ്മത്തിൽ അനേകം ആത്മാക്കളാകുന്നു. തും ഫിർ ചാടുക്കി വൃദ്ധി കേലിയെ പ്രദർശിനി ആദി കർത്തേവോ. എന്നാൽ നിങ്ങളാണ് ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ട് ആളുകൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുത്ത് ആളെ കൂട്ടുന്ന ജോലി നിങ്ങളുടേതാണ്. ഈ ജോലി മറ്റുള്ള ധർമ്മത്തിലെ ആത്മാക്കൾക്കൊന്നും ഇല്ല. ഇസേ പത്തേ ലഗ്തേഹി. അങ്ങനെ നമ്മൾ പ്രദർശനം നടക്കുന്നതിലൂടെ, ക്ലാസ്സുകൾ നടത്തുന്നതിലൂടെ ധാരാളം ഇലകളെല്ലാം തയ്യാറാക്കപ്പെടും. ഫിർ തൂബൻ ആനേസെ. അങ്ങനെ ഇലകളെല്ലാം തയ്യാറാക്കി വെച്ച് കഴിയുമ്പോഴായിരിക്കും ചില മരങ്ങളിലൊക്കെ നല്ലതുപോലെ തളിരിടും. തളിരൊക്കെ ഇട്ട് വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരു നല്ലൊരു മഴയോ കാറ്റോ അടിക്കുമ്പോൾ ഈ ഒന്ന ഇലയല്ല അതേപോലെ പിന്നെ താഴെ വരും. ഒരെണ്ണം പോലും നിൽക്കാതെ എല്ലാം താഴെ വരും. അതൊരു ഭാവറിയാണ്. ഇവിടെ ഇലയെല്ലാം തയ്യാറായി കഴിയുമ്പോഴത്തേക്ക് ഒരു കാറ്റ് വരും. കാറ്റടിക്കുമ്പോഴോ ഗിർപ്പെടുത്തേഹേ മുറിച്ച ജാത്തേഹേ. ചില ഇലയെല്ലാം വാടിപ്പോവും, തളർന്നു പോവും, ചിലതെല്ലാം പൊഴിഞ്ഞു പോവും. ആദിസനാതൻ ദേവീ ദേവതാ ധർമ്മ की സ്ഥാപന हो रही है. ഇപ്പോൾ ഇവിടെ ആദിസനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്മയിൽ ലഡായി ആദിക്ക് കോയി ബാത്ത് നഹി. ഇതിൽ നമുക്ക് യുദ്ധം അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുടെയും വിഷയം വരുന്നതേയില്ല. സിർഫ് ബാപ്പോ യാദ് കർണ ഔർ കരാന. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ജോലി ഒറ്റ ജോലി, ഒന്ന് ബാബയെ ഓർമ്മിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെ കൊണ്ട് ഓർമ്മിപ്പിക്കുക. തും സബ്കോ കഹത്തെ ഹോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും പറയണം. എന്താ പറയേണ്ടത്? ജോഫി രചനാകെ ഉൻകോ ചോടും. എന്തൊക്കെ രചനയുണ്ടോ രചനകളെയൊക്കെ മറക്കൂ. എന്നിട്ട് എന്ത് ചെയ്യണം? രചയിതാവിനെ ഓർമ്മിക്കൂ. സബ്കോ കഹത്തെ ഹോ ജോഫി രചനാകെ ഉൻകോ ചോടും. രചനാസെ കഫി വർഷ മിൽ ന സകേ. ഇപ്പോൾ ഓർമ്മിക്കുന്ന ആരെയാണ്? രചനകളെയാണ്. ദേവീ ദേവതകളെ, ധർമാത്മാക്കളെ, പ്രവാചകൻ, ഋഷിമുനിമാരെ ഒക്കെ രചനകളാണ്. അപ്പം രചനകളെ ആശ്രയിക്കാതെ ആശ്രയത്വം പിടിവിടുക. എന്നിട്ട് ബാബ പറയുന്നു രചനാസേ കഫി വർഷ മിൽന സഖേ. രചയിതാവിൽ നിന്നല്ലാതെ രചനയിൽ നിന്നും ഒരിക്കലും ആർക്കും ഒരു സമ്പത്ത് ലഭിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? രചയിതാ ബാപ് കോ ഹി യാദ് കർണ. രചയിതാവായിരിക്കുന്ന പിതാവിനെ തന്നെ ഓർമ്മിക്കണം. ഔർ കിസ് ഈ യാദിന ആയി. അതല്ലാതെ മറ്റാരുടെയും ഓർമ്മ വരുവാൻ പാടില്ല. മറ്റാരെയും തന്നെ ഓർമ്മിക്കുവാൻ പാടില്ല. രചയിതാ ബാപ് കോ ഹി യാദ് കർണ. രചയിതാവായ ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാപ് കാ ബൻകർ ജ്ഞാൻ മേ ആക്കർ ഫിർ അഗർ കോയി ഐസാ കാം കർത്തെ ഹെ തോ ഉസ്കോ ബോച്ച് സിർഫ് और बहुत चढ़ जाता है और चढ़ता है. അപ്പോൾ ബാബയുടെ കുട്ടിയായി മാറി ജ്ഞാനത്തിൽ വന്നു, എന്നിട്ട് പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ, മറ്റ് പലതിൻ്റെയും പുറകെ പോവുകയാണെങ്കിൽ അതിൻ്റെ എല്ലാം ഭാരം നിങ്ങളുടെ തലയിൽ ശിരസിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. എല്ലാ ഭാരം ഇറക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതും കൂടി ഒരു ഭാരമാവും. നേരത്തെ ഒരു ഭാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനോട് ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഇതും ഒരു ഭാരമായിട്ട് മാറും. അതും വേണം, ഇതും വേണം. അപ്പോൾ എല്ലാം കൂടെ എങ്ങനെ താങ്ങും? ബാബ നിങ്ങളുടെ ശിരസിൽ ഭാരം വളരെ കൂടും. പാവൻ ബനാനെ ആത്തേ. പാവനമാക്കാൻ വേണ്ടിയാണ് ബാബ വന്നിരിക്കുന്നത്. और फिर ऐसा कुछ काम करते थे तो അങ്ങനെ പാവനമാക്കാൻ വേണ്ടി നമ്മളിവിടെ വന്നു. ബാബ പാവനമാക്കാൻ വേണ്ടി വന്നു. അതിനുശേഷവും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാണ് ഔർ ഹീ പതിത് ബെൻപെടുത്തി. വന്നതിനെക്കാട്ടിൽ മോശമാകും. ഹീ അർത്ഥം വയ്ക്കുന്നത് എന്താണ്? ഹീ ഔർ ഹീ പതിത് ബെൻപെടുത്തി. നേരത്തെ എങ്ങനെയായിരുന്നോ അതിനേക്കാൾ കഷ്ടമായിരിക്കും പിന്നത്തെ സ്ഥിതി. ഇസ്രീ ബാബ കഹത്തെ. അതുകൊണ്ടാണ് ബാബ പറയുന്നത് എന്താണ്? ഐസാ കോയി കാം നഹീം കരോ ജോ കാട്ടാ പഠിച്ചായി. നഷ്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു കർമ്മങ്ങളും ചെയ്യുവാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ അത് ബാബയ്ക്ക് കൂടി മാനക്കേടാണ്. നിങ്ങൾ മാനക്കേടോ പോട്ടെ, സമ്മതിച്ച്. അതോ അച്ഛനും നാണക്കേടല്ലേ, പേരുദോഷമല്ലേ? ബാപ്കി ഗ്ലാനി ഹോത്തിക്കേന. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ബാബയുടെയും ഗ്ലാനി സംഭവിക്കുന്നു. അതുകൊണ്ട് ഐസാ കോയി കരം നഹീം കരോ ജോ വികർമ്മ ജാസ്തി ഹോ ജായേ. കൂടുതൽ കൂടുതൽ വികർമ്മങ്ങൾ വരുന്ന തരത്തിലുള്ള
യാതൊരു തരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് പറഹേജി ഫി രക്കിനീഹി, ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള പഥ്യം പാലിക്കണം, മര്യാദകൾ പാലിക്കണം. ദവായി മേ ബി പറഹേജി രഖി ജാത്തി ഹെ. ഇപ്പോൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ ചില പഥ്യങ്ങളുണ്ടല്ലോ. വിരുദ്ധാഹാരം കഴിക്കരുതെന്ന് പറയും. പഥ്യം തെറ്റിച്ചാൽ, മരുന്നുമായിട്ട് പൊരുത്തപ്പെടാത്ത ആഹാരം കഴിച്ചാൽ മരുന്നിൻ്റെ ഇഫക്റ്റ് കുറയും, അല്ലെങ്കിൽ മരുന്നിൻ്റെ എഫക്റ്റ് എന്നേക്കും വേണ്ടി ഇല്ലാതാവും, മരുന്നിൻ്റെ ഫലം പോകുന്ന പറയുക. അപ്പോൾ മരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ പഥ്യം പാലിക്കാറുണ്ടല്ലോ. ഡോക്ടർ കഹേ ഇത് ഖട്ടായി ആദീനഹീം ഖാന. ആ മരുന്ന് തരുമ്പോൾ ഡോക്ടർ എടുത്ത് പറയും, ഈ മരുന്ന് ഇങ്ങനെ വേണം കഴിക്കാൻ, ഇന്ന രീതിയിൽ കഴിക്കണം, ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ മറ്റൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം മരുന്നിനോടൊപ്പം മരുന്നിൻ്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം എന്നുകൂടി അദ്ദേഹം നമ്മൾ ഓർമ്മപ്പെടുത്താറുണ്ട്. തോ മാനना चाहिए ना. അപ്പോൾ ഡോക്ടർ അത് പറയുമ്പോഴത്തേക്ക് നമ്മൾ അംഗീകരിക്കണ്ടേ. കർമ്മേന്ദ്രിയാംഗോപഷ്കരണപ്പെടുത്തായി. അപ്പോഴും ഡോക്ടർ അത് കഴിക്കരുതെന്ന് പറയുന്നു, പക്ഷെ എനിക്കാണെങ്കിലോ അതിനോട് ഭയങ്കര താല്പര്യം, കഴിച്ചേ പറ്റൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനി കുറച്ച് നാളേക്ക് സാധനം തൊടുക പോലും ചെയ്യരുതെന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താവും? പണ്ട് പറയില്ലേ, വൈദ്യൻ കൽപ്പിച്ചതും അച്ഛൻ ഇച്ഛിച്ചതും പാല്. അപ്പം എനിക്ക് പാല് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പോകുക, ദൈവമേ വൈദ്യരങ്ങനെ പാല് കുടിക്കരുതെന്ന് പറയുമോ അങ്ങനെ പറയില്ല, വേറെ എന്ത് വേണേലും മാറ്റിക്കോളാം, അതുമാത്രം പറയരുതേ. പ്രാർത്ഥന പഠിച്ചു വൈദ്യം പറഞ്ഞു, പാലിഷ്ടം പോലെ കുടിച്ചോ, സന്തോഷമായി. അപ്പം എന്താണ്, തൻ്റെ കർമ്മേന്ദ്രിയങ്ങൾക്ക് എന്തിനോടാണ് ആസക്തി ഉണ്ടായിരുന്നത് അത് അനുവദിച്ചു തന്നു വൈദ്യൻ. ഇപ്പം എനിക്ക് സന്തോഷം വരുന്നില്ല. ഇവിടെ നേരെ തിരിച്ചാൽ എന്താണ് കഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഡോക്ടർ പറഞ്ഞത് കഴിക്കരുതെന്ന് പറഞ്ഞു. അപ്പോഴോ ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ നാക്കിനെ, നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചല്ലേ പറ്റൂ. എന്തിനു വേണ്ടിയാ? സേഫ്റ്റിക്ക് വേണ്ടി, സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി, തൻ്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാൻ. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുരം, പക്ഷെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ഷുഗർ കൂടുതലാണ്, മധുരം കഴിക്കരുത്, ഞാൻ കഴിക്കാതിരിക്കില്ലേ? ഇരിക്കും. എന്തുകൊണ്ടാണ്? മരണത്തെ ഭയമുള്ളത് കൊണ്ട്. അനുസരിക്കും, തീർച്ചയായിട്ടും അനുസരിക്കും. ഡോക്ടർ എന്നാണ് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വേണം നമ്മൾ അനുസരിച്ച് കളയും. അതാണ് നമ്മുടെ സ്ഥിതി. അതിൻ്റെ പറയുന്നത് കർമ്മ ഇന്ദ്രിയങ്ങളെ വശത്താക്കേണ്ടേ. അപ്പോൾ വേറെ കർമ്മ ഇന്ദ്രിയങ്ങൾക്ക് ടേസ്റ്റുള്ളൊരു സാധനത്തോടാണ് അത് അരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അരുതാതിരിക്കണമെങ്കിൽ, ചെയ്യാതിരിക്കണമെങ്കിൽ കർമ്മ ഇന്ദ്രിയങ്ങൾ നമ്മുടെ വശത്ത് ആവുക തന്നെ വേണം. എന്നിട്ടും അഗർ ചിപ്പാക്കർ കാത്തെ രഹെങ്കെ തോ ഫിർ ദവായി കാ അസർ നഹീ ഹോഗാ. അപ്പം മക്കളോട് ഡോക്ടർ പറയുന്ന അച്ഛനെ കൊണ്ട് മധുരം കഴിപ്പിക്കില്ലേ, അച്ഛൻ മധുരം കൊടുക്കുന്നത്. അച്ഛൻ എന്ത് ചെയ്യും? മക്കൾ കാണാത്ത സമയത്ത് ഒളിഞ്ഞ് പാത്ത് അകത്ത് കയറി മധുരോടെടുത്ത് കഴിക്കും. എല്ലാവരും വരുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചില്ല എന്ന് പറയും. എല്ലാവരെയും ബോധ്യപ്പെടുത്തി ഞാൻ കഴിക്കും, പക്ഷേ ഉള്ളിൽ നിന്ന് സ്വയം അത് ഓട്ടിച്ച് കഴിക്കുന്നുണ്ട്. അപ്പം എന്താ സംഭവിക്കുക? ആ മരുന്നിൻ്റെ പ്രഭാവം ശരിക്കും ശരീരത്തിൽ ഉണ്ടാകില്ല. ഇസ്കോ കഹാ ജാത്താ ഹെ ആസക്തി. അപ്പോൾ ഏതൊന്നാണോ അരുതെന്ന് പറഞ്ഞത്, പാടില്ല എന്ന് പറഞ്ഞത്, അത് പുറത്ത് ചെയ്യുന്നില്ല എന്ന് ഭാവിക്കുകയും ഒളിഞ്ഞും പാത്തും അത് വീണ്ടും ചെയ്യുകയും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ മനസ്സിന്, ആത്മാവിന് അതിനോടെന്തുണ്ട്? വിധേയത്വ ഭാവമുണ്ട്, അടിമത്ത ഭാവമുണ്ട്. ഇനി ഭാവം വിളിച്ച പേരാണ് ആസക്തി. ഭാവി ശിക്ഷാദ്യത്തെ എഫിനഹീകരം. അതുപോലെ ഇവിടെയും ഉദാഹരണം പറഞ്ഞിട്ട് ഭാവന, അതുപോലെ ഇവിടെയും ഭാവ ചില കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ പഠിപ്പിച്ചത്? എഹിനഹിങ്കറോ, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ചില കാര്യങ്ങൾ റെസ്ട്രിക്ഷൻ പറയുമ്പോൾ അത് പാലിക്കണ്ടേ? കാരണം സർജൻ ഹൈന, ബാബ ആരാണ്? ഒരു സർജനല്ലേ. ലിഖ്തേ ബാബ മന്മേ സങ്കൽപ് ബഹുതാത്തെ. അപ്പം അത് ചെയ്യരുതെന്നൊക്കെ ബാബു പറയുമ്പോൾ ചില കുട്ടികൾക്ക് കേൾക്കുമ്പോൾ ശരിയാണ്, ബാബു പറഞ്ഞതാണ്, ചെയ്യരുത്, ഭയമുണ്ട്, റെസ്പെക്റ്റും ഉണ്ട് ബാബയോട്. അപ്പം എന്ത് ചെയ്യും? ചില സമയത്തോ നിവൃത്തികേട് കൊണ്ട് ആകെപ്പാട് കഷ്ടപ്പെടും. അരുതെന്ന് ആഗ്രഹിക്കുന്നുകൊണ്ട് പക്ഷേ അത് ചെയ്തുകൊണ്ടിരിക്കാൻ ടെൻഡൻസി വരികയും ചെയ്യും. അപ്പം എന്ത് ചെയ്യും? അവർ പറയും, ബാബ മന്മേ സങ്കൽപ് ബഹുതാത്തെ. സത്യസന്ധമായിട്ട് ബാബയോട് തുറന്ന് പറയും, ബാബ എൻ്റെ മനസ്സിൽ ധാരാളം സങ്കല്പങ്ങളെല്ലാം വരുന്നു, ചിന്തകളൊക്കെ വരുന്നു. ഖബർദാർ രഹിന. ബാബ പറയുന്നു, സൂക്ഷിക്കണം, പേടിക്കണ്ട, പക്ഷെ സൂക്ഷിക്കണം. സൂക്ഷിക്കൽ വേറെ, ഭയക്കൽ വേറെ, രണ്ടും രണ്ടാ. ബാബ പറയുന്നത് എന്താണ്? ഖബർദാർ രഹിന ഗന്ധേ സ്വപ്ന മനസാമേ സങ്കല്പാതി ബഹുത്തായെങ്കിൽ. നിങ്ങൾ സൂക്ഷിച്ചിരുന്നാൽ മാത്രമേ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ മോശമായ സ്വപ്നങ്ങൾ പോലും നിങ്ങളുടെ സങ്കല്പത്തിൽ വന്നേക്കാം. പക്ഷെ അങ്ങനെ വന്നു എന്ന് കരുതി ഡർനാ നഹീ ഹേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സൂക്ഷിച്ചാൽ മതി, പേടിക്കണം. അപ്പോൾ അല്ലേ, ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണെന്ന്
പറയുന്നത് പോലെ ബാബ പറയുന്നത് ഖബർദാർ രഖ്ന, ജാഗ്രത വേണം, ഡർന നഹി, ഭയക്കരുത്. സത്യുഗമേൻ ത്രൈതാമ്യക്ക് ബാധ്യ ഹോത്തി നഹി. അല്ലെ, സത്യത്രൈതായുഗത്തിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മനസ്സിൽ വ്യർത്ഥ സങ്കല്പങ്ങൾ വരിക, അശുദ്ധമായ സ്വപ്നങ്ങൾ കാണുക, ഇതൊന്നും സത്യത്രൈതായത്തിലുള്ള കാര്യങ്ങളെയല്ല. തും ജിത്തന ആകെ നജ്ദീക് ഹോത്തെ ജായേ സിൽവർ ഏജ് തക് പഹുഞ്ചേ തബ് കർമ്മ ഇന്ദ്രിയാങ്കി ചഞ്ചലത ബിന്ദ് ഹോ ജായേങ്കി. അങ്ങനെ പുരുഷാർത്ഥം ചെയ്ത് 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 നിങ്ങൾ അങ്ങനെ വികാരി സ്വപ്നങ്ങൾ, ഭയക്കുന്ന സ്വപ്നങ്ങൾ, വ്യർത്ഥ ചിന്തകളോട് ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊന്നും കാണാത്തൊരു സ്റ്റേജ് വരുമ്പോൾ അർത്ഥം എന്താണ്? നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ അന്തരാത്മാവിൽ ശുദ്ധീകരണം, അതാണ് ആത്മശുദ്ധീകരണം. നടന്ന് 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 ഒരു സിൽവർ ഏജിൻ്റെ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ കംപ്ലൈൻറ്റ് വരില്ല. ബാബ ചിന്ത വന്നു, ബാബ ഇങ്ങനെ ചിന്തിച്ചു എന്നുള്ള കംപ്ലൈൻ്റ് എല്ലാം മാറും. നിങ്ങളുടെ കർമ്മ ഇന്ദ്രിയങ്ങളെല്ലാം ശാന്തമാകും. ചഞ്ചലതയില്ല. കൊച്ചുകുട്ടികൾ അങ്ങനെയല്ലേ, കുസൃതിയാണ്, ഓടിച്ചു നടക്കും. കഴിക്കാൻ വിളിച്ചാൽ ഓടും, കുളിപ്പിക്കാൻ വിളിച്ചാൽ ഓടും, ഓടത്തോട്ട് ഓടും. പിന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് കഴിപ്പിക്കണം, കുളിപ്പിക്കണം, കുളി വിടണം. ഒരു പ്രായം കഴിഞ്ഞാലോ ഒരു തനിയെ കഴിച്ചോളും, വിളിച്ചോളും, സ്കൂളിൽ പോകും. ഒരു പ്രായത്തിൽ അങ്ങനെയാണ്, കുസൃതിയാണ്, ചഞ്ചലമാണ് കുട്ടികൾ. അവർ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും കെയർ ചെയ്യണം, ഓടിച്ച് പിടിക്കുകയൊക്കെ വേണ്ടി വരും. ഇതൊക്കെ പാടാണ് കുളിപ്പിക്കണമെങ്കിൽ, കഴിപ്പിക്കണമെങ്കിൽ, ഇടിയിപ്പിക്കണമെങ്കിൽ ബഹളം ഉണ്ടാക്കും. അതേപോലെ ബാബറിയാണ് ഇപ്പം നമ്മുടെ ശൈശവദശയായതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകും. ജ്ഞാനം കൊണ്ട് കുളിപ്പിക്കാൻ പോകുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് എനിക്ക് കുളിക്കേണ്ടെന്ന് തന്നെ പറയും. ജ്ഞാനം കഴിപ്പിക്കുമ്പോൾ ഇനി കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ അത് തുപ്പിക്കളയും. ഇതൊക്കെ കുട്ടികളുടെ പരിപാടിയാണ്. അതേപോലെ ബാബറിയാണ് ആ ഒരു ലെവൽ, പുരുഷാർത്ഥത്തിലൊരു ലെവലാണ് സിൽവർ ഏജ് തക് പഹുഞ്ചേങ്കി. സിൽവർ ഏജ് വരെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ കർമ്മ ഇന്ദ്രിയങ്ങളും ബന്ദ് ഹോ ജായേഗ. സ്റ്റോപ്പാവുക അർത്ഥം മീൻസ് അതിൻ്റെ ആ അലച്ചിലുകൾ, ഉലച്ചിലുകൾ, ചഞ്ചലത സ്റ്റോപ്പാവും. അല്ലെങ്കിൽ ഇന്ദ്രിയം നശിച്ചു പോകുന്നല്ല, അതിൻ്റെ ചഞ്ചലത ബന്ദ് ഹോ ജായേങ്കി. ചഞ്ചലതയെല്ലാം ഇല്ലാതാവും. കർമ്മ ഇന്ദ്രിയം വശ് ഹോ ജായേങ്കി. നിങ്ങളുടെ കർമ്മ ഇന്ദ്രിയങ്ങളെല്ലാം നിങ്ങളുടെ വശത്താ, മീൻസ് നിങ്ങൾ എന്ത് പറയുന്നോ അതനുസരിക്കുന്നവരാകും. സത്യത്രൈതായുമേ വശദീകന. അല്ലെ, സത്യത്രൈതായത്വം നോക്കൂ, ദേവതകളുടെ എല്ലാം ആരാണ്? ഇന്ദ്രജിത്താണ് അവരൊക്കെ. ഇന്ദ്രജിത്ത് അർത്ഥം ഇന്ദ്രിയങ്ങളെ ജയിച്ചവർ, ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ തൻ്റെ കൺട്രോളിലാക്കിയവർ എന്നാണ്. ജബ് ത്രൈതാക്കിയ അവസ്ഥക്കാവോ തപഷ് ഹോ ജായേങ്കി. അങ്ങനെ ആ ദേവതകളുടെ രണ്ട് ലെവലാണ് സത്യത്രേത. രണ്ട് കാറ്റഗറി ദേവതകളുണ്ട്, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്. അതിൽ ആ സെക്കൻഡ് ഗ്രേഡെങ്കിലും മിനിമം എത്തണം. ആ സമയത്ത് എന്താണ്? എല്ലാ ഇന്ദ്രിയങ്ങളും നിങ്ങളുടെ വശത്താകും. ഫിർ സത്യുക്കി അവസ്ഥാമേ ആ ജായെങ്കെത്തോ. പിന്നെ അടുത്ത മേലോട്ട് കയറണം. ഇപ്പോൾ സത്യുഗം എന്ന് പറഞ്ഞാൽ ത്രൈതായുഗത്തിലെ അവസ്ഥ മിനിമമാണ്, ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ സത്യുഗത്തിന് ഇത് മാക്സിമം ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണ്? നമ്മൾ ആദ്യം പാസ്സാക്കേണ്ടത് സെമിയാണ്, സെമി ഫൈനലാണ്. അതേതാണ്? ത്രൈതായുഗത്തിൻ്റെ സ്റ്റേജ്. അവിടെ എത്തണം. അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലായി. ഇനി വീണ്ടും തീവ്രമായ തപസ് പുരുഷാർത്ഥം ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സത്യുഗത്തിൻ്റെ അവസ്ഥയിലേക്ക് വരുമ്പോൾ സതോ പ്രധാൻ ബൻ ജായെങ്കി. അവിടെ സതോയാണ് ആദ്യം നേടിയത്. അപ്പോൾ സതോ എത്തിയ പിന്നെന്താണ്? സതോ പ്രധാനമാകാൻ എളുപ്പമാണ്. ഫിർ സബ് കർമ്മേന്ദ്രിയാം പൂരി വസോ ജായെങ്കി. അപ്പോൾ ഒറ്റടിക്ക് സതോ പ്രധാനമാകാൻ നോക്കിയാൽ പറ്റില്ല. ആദ്യം സതോയിലേക്ക് വന്നിട്ട് വേണം സതോ പ്രധാനത്തിലേക്ക് പോകേണ്ടത്. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം ശാന്തമായെങ്കിൽ മാത്രമേ ഗഹനമായ തപസ്സിലേക്ക് പോകാൻ പറ്റൂ, തപസ്യയിലേക്ക് പോകാൻ പറ്റൂ. അതുകൊണ്ട് ആദ്യം ഇന്ദ്രിയങ്ങളെ നമ്മുടെ കൺട്രോളിലാക്കണമെങ്കിൽ ആദ്യം വരേണ്ടത് സതോ സ്റ്റേജാണ്. അത് വന്നു കഴിയുമ്പോൾ പിന്നെ സതോ പ്രധാന സ്റ്റേജായ സത്യുഗത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. കർമ്മേന്ദ്രിയം വശദീന. സത്യത്തിൽ നോക്കിയോളൂ, അവിടെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം പൂർണ്ണമായും വശത്തല്ലേ, മനസ്സും വശത്തല്ലേ, നൈബാത്തോടെ. അതുകൊണ്ട് ഇതൊന്നും ഒറ്റ പുതിയ കാര്യമൊന്നുമല്ല. കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ ഉള്ളതാണ്. അവിടെ കേൾക്കുമ്പോൾ വാ വിളിക്കേണ്ടതാണ്. മനസ്സിലായി? അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആജ് കർമ്മ ഇന്ദ്രിയാം വശേക്കാൽ ഫിർ പുരുഷാത്കാർ കർമ്മേങ്കു വശക്കറിയത്തെ. ഇപ്പം ഇന്ന് നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ വശത്താക്കി വെച്ചിരിക്കുകയാണ്. നാളെ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ പുരുഷാർത്ഥം ചെയ്യണം, കർമ്മ ഇന്ദ്രിയത്തെ വശത്താക്കണം. അപ്പം നമ്മുടെ പൂർവ്വജന്മം എടുക്കുക, സത്യയുഗത്തിൽ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ വശത്തായിരുന്നു. ഇനി വീണ്ടും വരാൻ പോകുന്ന യുഗത്തിലും ഭാവിയിലും നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് അതേ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ കർമ്മേന്ദ്രിയങ്ങളെ വശത്താക്കിക്കൊണ്ട് എത്തിച്ചേരണം. ഭഗത്തോ ചൗരാലി ജനമേ ഉത്തരത്തെയായി. കാരണം ആ കർമ്മ ഇന്ദ്രിയങ്ങളെല്ലാം വശത്താക്കി വെച്ചിരിക്കുന്ന ആ ആത്മാക്കൾ തന്നെയാണ് 84 ജന്മങ്ങളിൽ താഴെ വന്നത്. ഇന്നിപ്പോൾ ഒരു പ്രായത്തിൽ എന്ത് ചെയ്യും? അച്ഛനമാരുടെ മക്കളെ തൻ്റെ കൺട്രോളിൽ തന്നെ വളർത്തും.
വിളിച്ചാൽ വെളിപ്പുറത്ത്, ഇവിടെ വാടാൻ ഇവിടെ തന്നെ വരും. ഒരു പ്രായം കഴിഞ്ഞാലോ ഇങ്ങോട്ട് വാടാ അങ്ങോട്ട് പോകും. കൈവിട്ടു പോയി, കൺട്രോളിൽ നിന്ന് പുറത്തു പോയി. അതേപോലെ ഒരു കാലഘട്ടത്തിൽ ഇന്ദ്രിയങ്ങളാകുന്ന മക്കളെല്ലാം ആത്മാവിൻ്റെ കൺട്രോളിലായിരുന്നു. ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കോ ഓരോ ഇന്ദ്രിയങ്ങളും തനിത്തനിയായിട്ട് അവരവരുടെ ഇഷ്ടമുള്ള വശത്തേക്കെല്ലാം പോകാൻ തുടങ്ങി. അപ്പോൾ പറയുന്ന കർമ്മേന്ദ്രിയങ്ങളെല്ലാം വശത്തായിരുന്നില്ലേ? അവർ തന്നെയാണ് 84 ജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് വന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പറയണോ? കണ്ണൊരു വശത്താണെങ്കിൽ ചെവി വേറൊരു വശത്ത്, വായ വേറൊരു വശത്ത്, എല്ലാം പല സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരവർക്ക് ഇഷ്ടപ്പെട്ട വശത്തേക്ക് അവർ പോയിക്കൊണ്ടിരിക്കും. ചില മക്കൾക്ക് സിനിമ കാണാൻ സിനിമ കൊട്ടയിലായിരിക്കും, ചില മക്കൾക്ക് ഒരു ബീച്ചിലായിരിക്കും. അപ്പോൾ അച്ഛൻ വിളിച്ചാലോ ഒരാൾ കൊട്ടയിൽ, ഒരാൾ ബീച്ചിൽ, അങ്ങനെ എവിടെയൊക്കെ ആയിരിക്കും. എപ്പോഴൊക്കെയാണ് വീട്ടിൽ വന്ന് കയറുക? എപ്പോഴെങ്കിലും. അതേപോലെ ഓരോ ഇന്ദ്രിയങ്ങളും അവരവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അവർ അഭി റിട്ടേൺ ജേർണി ഹേ. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മടക്ക യാത്രയുടെ സമയമാണ്. അതുകൊണ്ട് എല്ലാവർക്കും സദോ പ്രധാന അവസ്ഥയിലേക്ക് പോകണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പന ചാർട്ട് ദേഖ്ന ഹേ. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ചാർട്ട് നോക്കണം. എന്തിനാണ് ചാർട്ട് നോക്കാൻ പറയുന്നത്? കമ്നെ കിത്തനെ പാപ് കിയേ കിത്തനെ പുണ്യ കിയേ. എത്രമാത്രം നമ്മൾ പാപം ചെയ്തു, എത്രമാത്രം പുണ്യം ചെയ്തു. ബാപ്പോ യാദ് കർത്തേ കർത്തേ അയൺ ഏജ് സേ സിൽവർ ഏജ് തക് പഹുഞ്ച് ജായെങ്കി. അങ്ങനെ ബാബയെ ഓർമ്മിച്ച് നമ്മുടെ ആ അയൺ ഏജിൽ നിന്നും പതുക്കെ മുകളിലേക്ക് ചെമ്പിലേക്കും പിന്നെ അവിടുന്ന് സിൽവറിലേക്കും വെള്ളിയിലേക്കും എത്തുമ്പോൾ, ആ ഒരു ലെവൽ എത്തുമ്പോൾ അതിന് തെളിവുണ്ട്. ആ തെളിവ് എന്താണ്? കർമ്മ ഇന്ദ്രിയം വശവും ജായെങ്കി. കർമ്മ ഇന്ദ്രിയങ്ങളെല്ലാം വശത്താക്കാൻ തുടങ്ങും. फिर तुमको महसूस होगा अभी कोई तूफान नहीं आते. അപ്പോൾ എനിക്ക് ഫീലിങ്സ് വരാൻ തുടങ്ങും. ഒരു തരത്തിലുള്ള മായയുടെ കൊടുങ്കാറ്റും വരുന്നില്ല, ഞാൻ സേഫാണ്. പിന്നെ ബാബ അങ്ങനെ പറ്റിപ്പോയി, ഈ സങ്കല്പം വന്നു ബാബ, ഈ കംപ്ലൈൻ്റ് ഒന്നും പിന്നെ വരില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ ഫീലിങ്സ് വരും. ഏതാണ്? കർമ്മേന്ദ്രിയങ്ങളെല്ലാം വശത്തായി, അത് ചഞ്ചലമാകുന്നില്ല, കൊടുങ്കാറ്റ് വരുന്നില്ല എന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് തന്നെ വരും. ബാക്കി അവസ്ഥ ആയെങ്കിൽ ആ അവസ്ഥ നമുക്ക് വരും. ഫിർ ഗോൾഡൻ ഏജ് മേ ചലേ ജായെങ്കിൽ. അങ്ങനെ സിൽവറിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ നേരെ ഗോൾഡനിലേക്ക് സദോയിൽ വന്നിട്ട് സദോ പ്രധാനതയിലേക്ക് പോകണം. എന്ത് ചെയ്യണം? മേഹനത് കർ പാവൻ ബന്നേക്ക ഖുഷിക്ക പാരാ ചടേക. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ പാവനമാകുമ്പോൾ നമുക്ക് അതിൻ്റേതാവുന്നൊരു സന്തോഷം ഉണ്ടാകും. ഞാൻ പരിശ്രമിച്ചിട്ടാണല്ലോ അത് നേടിയെടുത്തത്, ആരും കൊണ്ട് തന്നതല്ല, ഔദാര്യം കിട്ടിയതല്ല, എൻ്റെ എഫർട്ട് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണെന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകും. അതുകൊണ്ട് ജോഫി ആത്തേഹോ ഉൻഗോ സംചാന. അതുകൊണ്ട് ആര് വന്നാലും അവർക്കെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? കൈസേ തുന്നെ 44 ജനം ലിയേ. എങ്ങനെയാണ് നിങ്ങൾ 84 ജന്മങ്ങൾ എടുത്തത്? ജിസ്നെ 44 ജനം ലിയേ വക്കി സംശയെങ്കിൽ. ഈ ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ 84 ജന്മങ്ങൾ എടുത്ത ആത്മാക്കൾ ആരാണോ അവർ ഇത് മനസ്സിലാക്കും. എന്താ പറയുക? കഹെങ്കിൽ അബ്ബാക്കോ യാദ് കർ മാലിക് ബന്നാഹെ. അവിടെ പറയേണ്ടതാണ്, ഇപ്പോൾ ബാബയെ ഓർമ്മിച്ചിട്ട് അധികാരി ആകണം. പക്ഷേ 44 ജനം നഹി സമസ്തേ തോ വഹി ഷായത് രാജായിക്ക മാലിക് നഹി ബനെ ഹോങ്കെ. ഈ 84 ജന്മങ്ങളുടെ കഥ പറയുമ്പോൾ ചെറുക്കത് മനസ്സിലാകില്ല. അത് അവരുടെ കുഴപ്പമല്ല, അവൻ മനസ്സിലാകില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് രാജപദവിയുടെ അധികാരിയും ആകാൻ സാധിക്കില്ല. ഹംദോ ഹിമ്മത്ത് ദിലാത്തെ അച്ചി ബാത്ത് സുനാത്തെ. ഇവിടെ നമ്മൾ ധൈര്യം കാണിക്കുന്നു, നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. പറയാണ്, ഞാൻ നിങ്ങൾക്ക് ധൈര്യം ഹിമ്മത്ത് ദിലാത്തെ, ധൈര്യശാലിയാകൂ, വീരനാകൂ എന്ന് പറഞ്ഞിട്ട് ബാബ അത്രയധികം നമുക്ക് ധൈര്യം ഉണ്ടാക്കി തരുന്നു. അതേപോലെ ഓരോ കാര്യങ്ങൾ കേൾപ്പിക്കുന്നു, നല്ല നല്ല കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. തും നീജെ ഗിർപ്പെടുത്തേ. എന്നിട്ട് നിങ്ങളോ ദേ താഴേക്ക് വീഴുന്നു. പക്ഷെ ബാബ ജിസ്നെ 44 ജനം ലിയേ ഹോങ്കെ ഉൻഗോ ചട്ട് സ്മൃതിമേ ആയെങ്കിൽ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ 84 ജന്മങ്ങൾ എടുത്ത ആത്മാക്കൾ ആരാണോ, ഈ പാട്ട് അഭിനയിച്ച ആത്മാക്കൾ ആരാണോ, അവർക്ക് പെട്ടെന്നെല്ലാം ഓർമ്മയിൽ വരും. ജസ്റ്റ് ഒന്ന് ഹിൻഡ് കൊടുത്താൽ മതി, അവർക്കത് സ്മൃതിയിൽ വരും. ഒന്ന് ഊതി കൊടുത്താൽ മതി, കത്തിക്ക് ഒന്നുകൊണ്ട് ആ തീയാത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടൊന്ന് ഊതി കൊടുത്താൽ മാത്രം മതിയാവും. ചട്ട് സ്മൃതിയായെങ്കിൽ ബാബ കഹത്തേക്ക് തും ശാന്തിദാമേ പവിത്രത്വം ദേന. അപ്പം പവിത്രമാകാൻ പറയുമ്പോൾ ഇത്ര ഇഷ്ടപ്പെടുന്നതിനാണ്. അത് നിങ്ങളങ്ങനെ ആയിരുന്നല്ലോ. ശാന്തിധാമത്തിരുന്നപ്പോൾ പവിത്രമായിരുന്നില്ലേ? സത്യത്തിൽ പവിത്രമായിരുന്നില്ലേ? ത്രേതായിലായിരുന്നില്ലേ? ഇപ്പോഴായാലെന്താ? ഇത് നിങ്ങൾക്കൊരു ബാലികാറാം വരെയൊന്നുമല്ല, ഇല്ലാത്തൊന്നും നേടിയെടുക്കലല്ല, ഉള്ളതിനെ ഉറപ്പിക്കലാണ്.
അതുകൊണ്ട് ബാബ പറയാൻ, നിങ്ങൾ ശാന്തിധാമത്തിൽ പവിത്രമായിരുന്നില്ലേ? അവിടുത്തുമ്പോൾ ശാന്തിധാം സുഖധാം ജനകരാസ്താപേതാത്തെ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ നിങ്ങളോട് എന്താണ് സുഖധാമത്തിലേക്കും ശാന്തിധാമത്തിലേക്കൊക്കെ പോകാനുള്ള വഴി പറഞ്ഞു തരുന്നത്. അവർക്ക് ഈ രാസ്താപിതാന സഖെ, ഈ വഴി നിങ്ങൾക്ക് ഇവിടെ അല്ലാതെ മറ്റൊന്നും കിട്ടില്ല, എനിക്കല്ലാതെ മറ്റാർക്കും ഇത് പറഞ്ഞു തരാനും സാധിക്കില്ല. ശാന്തിധാമേ ഭി പാവനാത്മകി ജാ സഖേങ്കി. അപ്പം പാവനമായ ആത്മാക്കൾക്ക് മാത്രമേ ശാന്തിധാമത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. जितना खाद निकलती जाएगी उतना अच्छा पद मिलेगा, ഊഞ്ച് പദ് മിലേഗ. എത്രത്തോളം നമ്മൾ ബാബയുടെ ഓർമ്മയിരുന്ന് അഴുക്കുകളെ പുറത്ത് കളയുന്നോ അത്രയും നമുക്ക് ഉയർന്ന പദവിയും കിട്ടും. അവന് ജോ ജിത്തന പുരുഷാരത്ത് കരേ ജോ കരേഗ സോ പായേഗ. എന്ത് ചെയ്യുന്നോ ഫലം കിട്ടും. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നോ ഫലം അതിനനുസരിച്ചുള്ളതായിരിക്കും. ഹർ ഏകെ പുരുഷാർത്ഥ കോത്വം ദേഖ്തേ രഹോ. ഓരോരുത്തരെയും പുരുഷാർത്ഥം എന്താണ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ബാബ ഭി ബഹുത് അച്ചി മദത് കർത്ത. ഓരോ കുട്ടികളും അവരവരുടെ കഴിവിനൊത്ത് പുരുഷാർത്ഥം ചെയ്യുമ്പോൾ ഒന്ന് വിചാരിക്കണം, നമ്മൾ ഒറ്റയ്ക്കല്ലാതെ ചെയ്യുന്നത്, ബാബയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ പുരുഷാർത്ഥത്തിൽ പിറകിൽ നിന്ന് ഞാൻ എടുക്കുന്ന എഫേർട്ട് എന്താണോ അതിനനുസരിച്ച് ബാബ എന്നെ ഹെൽപ്പ് ചെയ്യും. അല്ലാതെ ഞാൻ വെറുതെ ഇരുന്ന ബാബ ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ ചെയ്താൽ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്, തീവ്രത എന്താണ്, അതനുസരിച്ച് ബാബയിൽ നിന്നും ഹെൽപ്പ് ഉണ്ടാവും. बहुत अच्छी मदद करता हूँ. एक तो जैसे पुराना बच्चा है, हर एक की നബ്ജത്തോ സംസ്ഥന അനുഭവം. ഓരോരുത്തരുടെയും നാടി നോക്കി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇവരാരാണ്, ഈ വന്ന ആത്മാവിന് ഈ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ പഴയ ആത്മാവ് മീൻസ് ഈ ധർമ്മത്തിൽ വന്നയാൾ, അത്രയും ജന്മങ്ങളെടുത്ത ആളാണെങ്കിൽ അവർക്കിത് മനസ്സിലാവും. പുതിയ കുട്ടികൾക്ക് മീൻസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആത്മാക്കൾക്ക്, അതായത് സത്യവും കഴിഞ്ഞു, ത്രേതായും കഴിഞ്ഞു, ദ്വാപരവും കഴിഞ്ഞ ആത്മാക്കളുണ്ട്. അവർക്ക് 7 അയലത്ത് പോലും ഇത് കയറില്ല. ദേവതാ ധർമ്മം, എന്ത് ധർമ്മം, ദേവതകളോ പൂജ്യദേവതയോ, എന്ത് പൂജ, എന്ത് ഭക്തി ഒന്നും അറിയില്ല. ഭക്തിയിലും അവർ വന്നിട്ടില്ല, ദ്വാപരയുഗത്തിലും വന്നിട്ടില്ല. അവർ വന്ന് കലിയുഗത്തിലാണ് ആത്മാവ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരോട് എങ്ങനെ പറഞ്ഞു കൊടുക്കും? അവർ പറഞ്ഞു ഇത് പഴയ കുട്ടിയാണ്, പണ്ട് പഴയതാണോ പുതിയതാണോ, മീൻസ് അനേക ജന്മങ്ങൾ എടുത്ത ആത്മാക്കളാണോ കുറച്ച് ജന്മം എടുത്ത ആത്മാക്കളാണോ? പഴയത് മീൻസ് പുതിയത്. വലിയവരും കൊച്ചുകുട്ടികളെന്ന് പറയുമ്പോൾ കമ്പാരിസൺ ഭാവം പറയുകയാണ്. അതുകൊണ്ട് ഈ വന്ന ആളിൻ്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം. നബ്ജുക്കോ സമസ്തിക്കണം സായാനെ ജോ ഹോങ്കെ ബട്ട് ചട്ട് സമജായെങ്കിൽ. അത്രയും വിവേകശാലികളായിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഇതെല്ലാം മനസ്സിലാകും. പരിധികളില്ലാത്ത അച്ഛൻ ആ ബാബയിൽ നിന്നും തീർച്ചയായിട്ടും സ്വർഗത്തിൻ്റെ സമ്പത്ത് കിട്ടണം. മിലാദ നേരത്തെ കിട്ടിയിരുന്നു, അഭിനഹി ഇപ്പോഴെ സ്വത്തൊന്നുമില്ല, പെരുമിൽഡഹ വീണ്ടും അത് കിട്ടും. കിട്ടിയിരുന്നു, അതെല്ലാം കളിച്ച് കളഞ്ഞു, ഇപ്പോൾ ഒന്നും കയ്യിലില്ല, ഇനി വീണ്ടും അത് കിട്ടണം. എയിം ഒബ്ജക്റ്റ് സാമനെ കട. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ ലക്ഷ്യമുണ്ട്, തൊട്ടരികിലുണ്ട്. തുറന്നു നോക്കി, തിരിഞ്ഞു നോക്കിക്കേ, എന്ത് കാണാം? ആ റൈറ്റ് സൈഡിൽ ആർന്നിട്ടുണ്ട് ലക്ഷ്മിയാവും നാരായൺ. അനുഭവ പറയാണ് എയിം ഒബ്ജക്റ്റ് സാമനെ കട. ആ ലക്ഷ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ബാബിനെ ജബ് സ്വർഗീയ സ്ഥാപന കീ ധി. എപ്പോഴാണോ ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാം ആ സ്വർഗത്തിൻ്റെ അധികാരികളായിരുന്നു. ഫിർ 44 ജനം ലേ നീച്ചെ ഉതർത്തെ ആയകൂ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്തു? 84 ജന്മങ്ങൾ എടുത്തെടുത്ത് താഴേക്ക് വന്നു. അഭിഹേഹ് തുമാര അന്തിമ ജന്മം ഹേ. എന്നാൽ ഇപ്പോഴോ ഇത് നിങ്ങളുടെ എല്ലാവരുടെ അന്തിമ ജന്മമാണ്. എന്നാൽ പേടിക്കേണ്ട, ഹിസ്റ്ററി ജോഗ്രഫി റിപ്പീറ്റ് ഹോ ജറൂർ കരേങ്കി. ഇതേ കാര്യങ്ങൾ, ഈ ചരിത്രം, ഈ ഭൂമിശാസ്ത്രം ഇതേപോലെ തന്നെ ആവർത്തിക്കും. തും സാരാ 44 का ഹിസാബ് ബെദാത്തെ ഹോ. അപ്പം നിങ്ങളോട് ബാബ മുഴുവൻ 84 ജന്മങ്ങളുടെയും കണക്ക് പറഞ്ഞു തന്നു. അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നു ഇത്തന 10 ബെത്തെ. ഈ കേൾക്കുന്ന കഥ കണക്കുകൾ ആരാണോ കേൾക്കുന്നത് പഠിക്കുന്നത് അതനുസരിച്ചുള്ള ഇലകളാകും നിങ്ങൾ. മീൻസ് എവിടെ ഏത് ശിഖരത്തിൽ ഏത് നമ്പറിൽ ഇലയാണോ അവിടെ നിങ്ങൾ വന്നിരിക്കും. നിങ്ങളുടെ സ്ഥാനം റിസർവ്ഡ് ആണ്, അവിടെ വേറെ ഇല വരില്ല. തുമ്പി ബഹുത്തുമ്പ അസമൻ ബനാത്തേക്കും. അതുകൊണ്ട് നിങ്ങളും മറ്റനേക ആത്മാക്കളെ തനിക്ക് സമാനമാക്കി മാറ്റണം. തും കഹേങ്കേ ഹം ആയേ സാരെ വിശുക്കേ മായാക്കി ജഞ്ചിലസ് ചുടാത്തെ. അപ്പം നിങ്ങൾ അവരോട് പറയണം. എന്താണ് പറയേണ്ടത്? ഞങ്ങൾ വന്നിരിക്കുന്നത് മുഴുവൻ വിശ്വത്തെയും മായയുടെ ചങ്ങലയിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടിയാണ്. ബാബ कहते हैं मैं सबको രാവൺ സേ ചുടാന ആത്തെ ഹൂ. ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരെയും രാവണൻ്റെ ചങ്ങലയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. തും ബच्चे भी समझते हो. കുട്ടികളായ നിങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. എന്ത് മനസ്സിലാക്കുന്നുണ്ട്?
ബാബ ജ്ഞാൻ കാ സാഗർ ഹേ. ബാബ അറിവിൻ്റെ സാഗരമാണ്. തും ഭി ജ്ഞാൻ പ്രാപ്ത് കർ മാസ്റ്റർ ജ്ഞാൻ സാഗർ ബനത്തെ ഹോ. അങ്ങനെ നിങ്ങളും ഈ ജ്ഞാനത്തെ നേടി 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 ആരാകണം? മാസ്റ്റർ ജ്ഞാനത്തിൻ്റെ സാഗരമാകണം. ജ്ഞാൻ അലഗ് ഹേ, ഭക്തി അലഗ് ഹേ. ബാബ പറയുന്നു ജ്ഞാനവും ഭക്തിയും രണ്ടും രണ്ടാണ്. ഒരിക്കലും ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടരുത്. തും ജാൻതേ ഹോ ഭാരത് കാ പ്രാചീന രാജയോഗ് ബാക്കി സിഖലാത്തേ ഹേ. അപ്പം നിങ്ങൾക്കറിയാം ഈ ഭാരതത്തിൻ്റെ പ്രാചീന യോഗം ബാബ തന്നെയാണ് പഠിപ്പിക്കുന്നത്. കോയി മനുഷ്യ സിഖലാ നഹി സക്തേ ഹേ. മറ്റൊരു മനുഷ്യർക്കും ഇത് പഠിപ്പിക്കാൻ സാധ്യമല്ല. പരന്തു ഏക് ബാത് സബ്കോ കൈസേ പിത്തായി. ഇതെല്ലാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, ഈ കാര്യങ്ങളെല്ലാം ആളുകളോട് എങ്ങനെ പറയും? അവരെങ്ങനെ ഇത് മനസ്സിലാക്കും? ഏകാന്തോ അസുരങ്കെ വിഘ്നതി ബഹുത്വപ്പെടുത്തേ. കാരണം ഇവിടെയും ഈ യജ്ഞത്തിലും ധാരാളം അസുരന്മാർ വന്നിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും. ആകേത്തോ സമച്തേ ദേ ഷായത് കോയി കിച്ചട ഡാൽത്തേ. നമ്മൾ നേരത്തെ ഇതൊക്കെ കഥയിൽ വായിച്ചിട്ടില്ലേ? യജ്ഞം നടക്കുന്ന സമയത്ത് അല്ലെ, വിശ്വാമിത്രന് യജ്ഞം നടത്തിയപ്പോൾ രാക്ഷസന്മാർ വന്നിട്ട് യജ്ഞ കുണ്ടത്തിലേക്ക് അസ്ഥികൾ ഇട്ടു, മാംസം വലിച്ചെറിഞ്ഞു, രക്തം കൊണ്ട് അതിനകത്ത് ഒഴിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അഴുക്കുകളെല്ലാം ഇട്ട കഥ കേട്ടിട്ടില്ലേ? അഭി സമസ്തേഹു ഏക് വിഘ്ന കൈസേ ഡാൽത്തേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഈ വിഘ്നങ്ങളെല്ലാം എങ്ങനെയാണ് വന്നത്. നത്തിഞ്ഞു. അപ്പം കഴിഞ്ഞ കൽപ്പത്തിൽ നടന്ന വിഘ്നങ്ങളാണ് പുരാണങ്ങളിലും എഴുതി വയ്ക്കപ്പെട്ടത്. അതുകൊണ്ട് ഇതൊന്നും അത്ര പുതിയ കാര്യങ്ങളല്ല. ആ വിഘ്നം വരുമ്പോൾ നിങ്ങൾ അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല. കലപ്പകലിപി യഹുവാദ. കൽപ്പം മുമ്പ് ഇങ്ങനെയൊക്കെ തന്നെ നടന്നിരുന്നു, സംഭവിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തുമാരി ബുദ്ധിമേക്ക് സാരാ ചക്ര ഫിർത്താരക്തായി. നിങ്ങളുടെ ബുദ്ധിയിൽ എപ്പോഴും ഈ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം. ബാബ നമുക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ നമ്മളെ ലൈറ്റ് ഹൗസ് എന്നുള്ള ടൈറ്റിലും തന്നു കഴിഞ്ഞു. നമ്മളെല്ലാം നമുക്ക് നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് എപ്പോഴും ഒരു കണ്ണിൽ മുക്തിധാമവും രണ്ടാമത്തെ കണ്ണിൽ ജീവൻ മുക്തിധാമവും ഉണ്ടായിരിക്കണം. നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകും, അതിനുശേഷം സുഖധാമത്തിലേക്ക് വരണം. ഇത് ദുഃഖധാമം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ബാബ പറയുന്നു ഈ കണ്ണുകൾ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതിനെല്ലാം മറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? തൻ്റെ ശാന്തിധാമത്തെ ഓർമ്മിക്കണം. ആത്മാക്കപ്പനെ ബാക്കോ യാത് കർണ. ഓരോ ആത്മാവ് ഇപ്പോൾ ആത്മാവിൻ്റെ അച്ഛനെയാണ് ഓർമ്മിക്കേണ്ടത്. അങ്ങനെയുള്ള ആ ഓർമ്മയെ വിളിക്കുന്ന പേരാണ് അവ്യഭിചാരി യോഗ, അവ്യഭിചാര ഓർമ്മയെന്ന് പറയുന്നത്. ജ്ഞാനവും നമ്മൾ ഒരേയൊരു ബാബയിൽ തന്നെ കേൾക്കണം. അതാണ് അവ്യഭിചാരി ജ്ഞാനം. അപ്പം അവ്യഭിചാരി ഓർമ്മയുണ്ട്, അവ്യഭിചാരി ജ്ഞാനമുണ്ട്. ഒരേയൊരു ബാബ എന്ത് പറഞ്ഞു അത് കേട്ടാൽ അവ്യഭിചാരി ജ്ഞാനമായി. ഒരേയൊരു ബാബയെ മാത്രം ഓർമ്മിച്ചാൽ അത് അവ്യഭിചാരി യോഗമായി. യാദുവി ഏക്കോ കറോ. അതുകൊണ്ട് ഓർമ്മിക്കേണ്ടതും ഒന്നിനെയാണ്, ജ്ഞാനം എടുക്കേണ്ടതും ഒന്നിൽ നിന്നു തന്നെയാണ്. മേരാത്തോ ഏക് ദൂസര ന ഹോയി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നു മാത്രമേ ഉള്ളൂ, വേറൊന്നില്ല. ജബ് തക് അപ്പനെക്കോ ആത്മനിശ്ചയം നഹീം കരേങ്കി. ഇപ്പോൾ വരേക്കും നമ്മൾ സ്വയം ആത്മനിശ്ചയം ചെയ്യുന്നില്ലയോ അതുവരേക്കും ഈ പറഞ്ഞ ഓർമ്മയൊന്നും നമ്മളിലേക്ക് വരികയില്ല. ആത്മാവ് എന്താണ് പറയുന്നത്? മേന്തോ ഏക് ബാബാക്കി ബനൂഗി. ഞാൻ ഒരേയൊരു ബാബയുടെ തന്നെയാകും. മുച്ചേ ജാനാഹേ ബാബാക്കെ പാസ്. എനിക്ക് പോകേണ്ടത് ഭഗവാന്റെ അടുക്കലേക്കാണ്. ഏക് ശരീരത്തോ പുരാന ജഡജടി പൂതുകി. ഇപ്പോൾ ഞാനിരിക്കുന്ന ശരീരമാണെങ്കിലോ ജീർണിച്ചതാണ്, ജഡജടീഭൂത അവസ്ഥയിലെത്തി. അതുകൊണ്ട് ഈ ദേഹത്തോട് ഒരു കാരണവശാലും മമത്വം വെക്കരുത്. ഇത് ജ്ഞാനത്തിൻ്റെ വിഷയമാണ്. എന്ത് ചെയ്യണം? മൈൻഡ് വെൽ, നല്ലതുപോലെ മനസ്സിരുത്തണം ഈ വിഷയത്തിൽ. അതുകൊണ്ട് ഐസനഹി ശർക്കീരി സമ്പന്നഹീം കയറി. അപ്പോൾ ബാബോർ എടുത്തു പറഞ്ഞു ഈ ദേഹത്തോട് മമത്വം വെക്കരുത്, ഇത് പഴയ ശരീരമാണ്, ജഡജടീഭൂതമാണെന്ന് കരുതി ശരീരത്തിനെ പരിപാലിക്കരുതെന്നല്ല പറഞ്ഞത്. മൈൻഡ് വെൽ, അതും സൂക്ഷിക്കണം, ശ്രദ്ധയോടെ കേൾക്കണം പറയുന്ന കാര്യം അർത്ഥം എന്താണെന്ന് എന്ന് കരുതി ശരീരത്തിനെ പരിപാലിക്കരുത്, നോക്കരുത് എന്നല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് മനസ്സിലായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അന്തർമേ സംചിനാഹേ ഇത് പുരാനി ഖാൽ. നമ്മുടെ അന്തരാത്മാവിൽ എപ്പോഴും ഈ ഒരു ബോധം ഉണ്ടായിരിക്കണം. ഈ ശരീരം ഒരു പഴയ വസ്തുവാണ്, ഇതിനെ ഇന്നല്ലെങ്കിൽ നാളെ ഉപേക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു മൂല്യം മാത്രമേ കൊടുക്കാവൂ. നമ്മൾ പഴയ വണ്ടി നമ്മൾ റിപ്പയർമെന്റ് ചെയ്യും, എന്തായാലും പഴയതാണ്, ഒത്തിരി പൈസ മുടക്കണ്ടേ, എന്നാൽ അത്യാവശ്യത്തിന് റിപ്പയർ ചെയ്യുകയും വേണം. ആവശ്യങ്ങൾ നടക്കണ്ടേ, അതിനുവേണ്ടി മാത്രം കൊച്ചു കൊച്ചു റിപ്പയറൊക്കെ ചെയ്യണം എന്ന് കരുതി വലിയ പണം മുടക്കി ആ വണ്ടിയെ പുതിയതാക്കാൻ ശ്രമിക്കരുത്.
പൈസ പോകുന്നല്ലാതെ വണ്ടി പുതിയതാകില്ല. അതേപോലെ പറയാണ് അത്യാവശ്യം വേണ്ടുന്ന റിപ്പയറിംഗ് എല്ലാം ചെയ്തോളൂ, എന്ന് വെച്ചാൽ അതിനെ പുതിയതാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ട, ആകത്തില്ല. അതുകൊണ്ട് പരിധിയില്ലാത്ത ബാബ ഇപ്പോൾ നമ്മളെ പരിധിയില്ലാത്ത സന്യാസം ചെയ്യിപ്പിക്കുകയാണ്. സന്യാസിമാരാണെങ്കിലോ കാട്ടിലേക്ക് പോയി, നിങ്ങളാണെങ്കിലോ വീട്ടിലിരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിക്കണം. അവർ കാട്ടിൽ, നിങ്ങൾ വീട്ടിൽ, രണ്ടുപേരും ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ അവർ ഓർമ്മിക്കണമെന്തോ, നിങ്ങൾ ഓർമ്മിക്കണമെന്തോ, അത് വ്യത്യാസമുണ്ട്. പിന്നെ ഇരിക്കുന്ന സ്ഥലത്തിനും വ്യത്യാസം, ചെയ്യുന്ന പ്രവൃത്തിക്കും വ്യത്യാസം. അപ്പോൾ ഓർമ്മയിൽ ഇരുന്നിരുന്നു കൊണ്ട് നിങ്ങൾ ശരീരം വിടണം, എനിക്ക് വിടാൻ സാധിക്കണം. അവിടെ എവിടെയായിരുന്നാലും നിങ്ങൾ ബാബയെ ഓർമ്മിക്കണം, ഓർമ്മയിരിക്കണം. സ്വദർശനക്കധാരിയായിട്ട് മാറണം. കഹാംബി രക്തേഹോ ഉഞ്ചുപത് പാലേക്ക്. ഇത് എവിടെ ഇരുന്ന് വേണം ചെയ്യാം, സ്വദേശത്തോ വിദേശത്തോ എവിടെ ഇരുന്നാലും ഈ ഒരു കാര്യം മസ്റ്റായിട്ടും ചെയ്താൽ നിങ്ങൾക്ക് എന്താകാം, അധികാരിയായിട്ട് മാറാം, ഉയർന്ന പദവിയും കിട്ടും. ഇത്തന ഇൻഡിവിജ്വൽ മേഹൻ കരെങ്കിൽ ഉത്തന പദ പായിക്ക്. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അവരവർക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യണം. എത്രത്തോളം അവരവർക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ അവർക്ക് ആ പദവിയും കിട്ടും. കർമ്മേൻ രക്തേപി യാതൊക്കെ യാത്രാമേ രഗ്നാകെ. അതുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓർമ്മയുടെ യാത്രയും ചെയ്യണം. അപ്പോൾ ഈ ഫൈനൽ റിസൾട്ട് മെയിൻ ദോടാ ടൈം പെടാൻ, ഫൈനൽ റിസൾട്ട് വരാൻ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അതേസമയം മറുവശത്ത് പുതിയ ലോകത്തിന് തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കർമാതീത അവസ്ഥയിലേക്ക് എത്തണം. അതിനെന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ മനസ്സുകൊണ്ട് സൂക്ഷ്മ ലോകത്തിലായിരിക്കണം. ശരീരം ഇവിടെ ആയിക്കൊള്ളട്ടെ, പക്ഷെ സ്മൃതി എപ്പോഴും സൂക്ഷ്മവദനത്തിലായിരിക്കണം. സൂക്ഷ്മവദനത്തിരിക്കണം. ഫി സൂക്ഷ്മവദൻ മേ ലേക്കർ ഫി ജൻ ലേന പെടുത്താ ഹൈ. നമുക്കറിയാം, ഇപ്പോൾ സൂക്ഷ്മതയ്ക്ക് നാട്ടിലൊന്നും ഇടുന്നുണ്ട്, അവർക്കും ജന്മം എടുക്കാൻ പോകണമല്ലോ. അപ്പോൾ ആകെ ചർക്കർ തുങ്കോ സബ് സാക്ഷാത്കാരം പോകുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതിൻ്റെ സാക്ഷാത്കാരം മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. അച്ഛാ मीठे मीठे सीख लगे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒരേയൊരു ബാബയിൽ നിന്ന് തന്നെ കേൾക്കണം. ഒരു ബാബയുടെ തന്നെ അവ്യഭിചാരിയായ ഓർമ്മയിൽ ഇരിക്കണം. ഈ ശരീരത്തിനെയും വേണ്ടതുപോലെയൊക്കെ പരിപാലിക്കണം. എന്നാൽ അതിനോട് മമത്വം വയ്ക്കാൻ പാടില്ല. ബാബ എന്ത് പഥ്യമാണോ പറഞ്ഞു തന്നത് അത് പൂർണ്ണമായിട്ടും പാലിക്കണം. ബാബയുടെ നിന്ദയുണ്ടാകുന്ന തരത്തിലുള്ള, പാപത്തിൻ്റെ കണക്ക് വർദ്ധിക്കുന്ന തരത്തിലുള്ള യാതൊരു കർമ്മവും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സ്വയം നമ്മൾ തന്നെ നമുക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത്. വരദാനം: തൻ്റെ വിശാല ബുദ്ധിയിലൂടെ, അല്ലെങ്കിൽ തൻ്റെ ആ വിശാലമായ ബുദ്ധിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്യുന്ന മഹാദാനിയായിട്ട് ഭവിക്കും. അവരാണ് ബുദ്ധി സഫി കർമ്മേന്ദ്രിയവും തോ ശിരോമണി ഗായി ജാതി. നമുക്ക് ഇന്ദ്രിയങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് പറയും. സൂക്ഷ്മവും ഉണ്ട്, സ്ഥൂലവുമുണ്ട്. അതിലേറ്റവും ശിരോമണിയായിട്ടുള്ള കർമ്മേന്ദ്രിയം എന്ന് പറയുന്നത് ബുദ്ധിയാണ്. കാരണം എല്ലാം തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. അതുകൊണ്ട് ജോ വിശാല ബുദ്ധി ഹേ, ആരാണോ വിശാല ബുദ്ധിയായിട്ടുള്ളത്, ജിൻകി ബുദ്ധി സാലിമേ ഉൻകാ മസ്തക് സദാ ചമക്തായ. അപ്പം ദിവ്യബുദ്ധി അല്ലെങ്കിൽ വിശാല ബുദ്ധിയുള്ളവർ പ്രത്യേകം എന്താണ്? അവരുടെ മസ്തകത്തിൽ എപ്പോഴും സദാ പ്രകാശമുണ്ടാവും. കാരണം അവരുടെ ഉള്ളിൽ അത്രയും ജ്ഞാനം പൂർണ്ണമായിട്ട് നിറഞ്ഞിരിക്കുന്നു. ആ വരദാനം ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മുടെ ബുദ്ധിയെക്കുറിച്ചൊന്നും ബാബ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരികയാണ്. ബുദ്ധി എന്ന് പറയുന്നത് മറ്റെല്ലാ കർമ്മേന്ദ്രിയങ്ങളിൽ വെച്ചും എന്താണ്? ശിരോമണി. ഇതുപോലെ ഗീത ഇതൊക്കെ എന്താ പറയുക? ശിരോമണി എന്നാ പറയുക. സർവശാസ്ത്ര ശിരോമണി ഗീത എന്നാ പറയുക. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിയും ഇന്ദ്രിയങ്ങളിൽ വെച്ച് ശിരോമണി എന്ന് അറിയപ്പെടുന്നു.
അപ്പോൾ തൻ്റെ വിശാലമായ ബുദ്ധി ഞങ്ങളുടെ വയ്ക്കുക, രത്നം വയ്ക്കുന്നത് ചെപ്പിനകത്ത്. അതേപോലെ വിശാല ബുദ്ധിയാകുന്ന ചെപ്പിനകത്ത് ജ്ഞാനരത്നങ്ങളെല്ലാം സംഭരിച്ച ശേഷം അത് മറ്റുള്ള ആത്മാക്കൾക്ക് ദാനം ചെയ്യുന്ന മഹാദാനിയായിട്ട് മാറണം. എല്ലാ കർമ്മേന്ദ്രിയങ്ങളിൽ വെച്ചും ശ്രേഷ്ഠമായ സ്ഥാനം, ശിരോമണി എന്ന സ്ഥാനം നമ്മൾ ബുദ്ധിക്ക് കൊടുത്തിട്ടുണ്ട്. ബാബ പറയുന്നു, ആരാണോ വിശാല ബുദ്ധിയായിരിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും ശാന്തവും സ്വച്ഛവും ശുദ്ധവുമായിട്ടുള്ളത്, അവരുടെ മസ്തകത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ചില ആളെ നോക്കുമ്പോൾ എന്ത് രസമാണ് മുഖത്ത് നോക്കാൻ, നല്ല പ്രകാശിക്കുന്ന മുഖം. എന്തുകൊണ്ട് അവരുടെ മനസ്സ് അതുപോലെ ശുദ്ധവും സത്യത ഉള്ളതുകൊണ്ട് അവരുടെ മുഖത്ത് എപ്പോഴും നല്ല പ്രസന്നത കാണും. ബാബ പറയും, ഇവിടെ എങ്ങനെയാണ്, ആരുടെ ബുദ്ധിയാണോ ശാന്തമായിട്ടുള്ളത്, സ്വച്ഛമായിട്ടുള്ളത്, അവരുടെ മസ്തകത്തിൽ എപ്പോഴും നല്ല തിളക്കം കാണാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവരവരുടെ ബുദ്ധിയാകുന്ന ചെപ്പിൽ ജ്ഞാനമാകുന്ന രക്തം നിറച്ച് വെച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഇല്ല, തെറ്റിദ്ധാരണയില്ല, സംശയങ്ങളില്ല, ഭയമില്ല. അതുകൊണ്ടോ മുഖം എപ്പോഴും നല്ല പ്രസന്നമായിരിക്കും. കാരണം അവരുടെ ബുദ്ധിയാകുന്ന ചെപ്പിനകത്ത് ജ്ഞാനം നിറഞ്ഞിരിപ്പുണ്ട്. അവരെന്ത് ചെയ്യും? താൻ എന്തൊക്കെ ജ്ഞാനമാണോ തൻ്റെ ചെപ്പിൽ നിറച്ച് വെച്ചിട്ടുള്ളത് അത് മറ്റുള്ളവർക്കും ദാനം ചെയ്ത് മഹാദാനിയായിട്ട് മാറും. അത് ബാബ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിക്ക് എപ്പോഴും നല്ല നല്ല ഭോജനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ബുദ്ധി എപ്പോഴും ജ്ഞാനമാകുന്ന ഭോജനം കൊണ്ട്, ജ്ഞാനമാകുന്ന ഭോജനം കഴിച്ച് ബുദ്ധി ശക്തിശാലിയാവുകയാണെങ്കിൽ, സമ്പന്നമാണെങ്കിൽ, നമുക്ക് സർവോത്തമമായ സമ്പാദ്യം കരസ്ഥമാക്കിക്കൊണ്ട് വൈകുണ്ഠത്തിൻ്റെ ചക്രവർത്തി പദവി കൈവരിക്കുവാൻ സാധിക്കും. ശ്ലോകൻ പറയുന്നു, ശക്തിസ്വരൂപസ്ഥിതി. ആ ശക്തിസ്വരൂപസ്ഥിതിയുടെ അനുഭവം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ സങ്കല്പശക്തിയെ നല്ല ക്ഷമതയുള്ളതാക്കി മാറ്റണം. ഓം ശാന്തി.